കഥ തുടരുന്നു. വാസ്കോയിലെ ഹോട്ടൽ മെർമേഡിൽ നിന്നും പുറപ്പെട്ട ഇൻസ്പെക്ടർ അശോകൻ പലതവണ ശ്രമിച്ചിട്ടും രാജീവ് മേനോനെ ഫോണിൽ കിട്ടിയില്ല. സ്വിച്ച് ഓഫ്. പ്രദീപ് ഗവാക്കറും ഡീൻ ആന്റണിയും മനീഷയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ആ വിവരം മേനോനെ അറിയിക്കണം. മേനോൻ താമസിക്കുന്ന റിസോർട്ടിൽ വിളിച്ചപ്പോഴും അവരവിടെ ഇല്ലെന്നുള്ള വിവരമാണ് കിട്ടിയത്. രാജീവ് മേനോന് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുമോ? അശോകൻ ഓഫീസിലെത്തി മരിയയെ കണ്ടു. അവൾ പ്രദീപിൻ്റെ കോളുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രദീപ് ആരെങ്കിലും വിളിച്ചോ മരിയ? പ്രദീപിൻ്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് സാർ, മരിയ പറഞ്ഞു. പ്രദീപിനെ പോലെ ഒരാൾക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വയ്ക്കാൻ പറ്റുമോ മരിയ? പലരും വിളിക്കുകയില്ലേ? അശോകൻ ചോദിച്ചു. അയാൾ വേറെ ഫോണിലായിരിക്കും സാറേ സംസാരിക്കുന്നത്. ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അയാൾ സംശയിക്കുന്നുണ്ടാകുമോ? അശോകൻ ചോദിച്ചു. മരിയയുടെ മുഖത്ത് ഭീതിയുടെ നിഴലുണ്ടായി. ചിലപ്പോൾ അങ്ങനെയാവാം. കമ്മീഷണറുടെ മകനല്ലേ, സൂക്ഷിക്കണമെന്ന് അദ്ദേഹം തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലോ? ശ്വാസമടക്കിയാണ് അവളത് പറഞ്ഞത്. എന്നാൽ എൻ്റെ കാര്യം അപകടത്തിലാകും സാറേ. മരിയ ധൈര്യമായിരിക്കെ, ഞാൻ മരിയയുടെ കൂടെ ഉണ്ടാകും. ഒരു ഉറപ്പുമില്ലെന്നറിയാമായിരുന്നിട്ടും ഇൻസ്പെക്ടർ അശോകൻ അവളെ ധൈര്യപ്പെടുത്തി. 2 മണി കഴിഞ്ഞപ്പോൾ നനച്ചിരിക്കാതെ ഒരു കോൾ അശോകൻ്റെ ഫോണിലേക്ക് വന്നു. രാജീവ് മേനോൻ. സാർ എവിടെയാണ്? ഞാനും മാനേജറും അത്യാവശ്യമായി ബോംബെയിൽ പോയിരുന്നു. പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്. ഫോൺ ഓഫ് ചെയ്യേണ്ടി വന്നു. അശോകൻ്റെ 2 മിസ്ഡ് കോൾ കണ്ടു. സാർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആശ്വാസമായി. സാറേ, എനിക്ക് അത്യാവശ്യമായി സാറിനെ കണ്ട് ചിലത് സംസാരിക്കണം. വെരി അർജൻറ്റ്. ഫോണിൽ ഒരു നേരത്തെ ശബ്ദം കേട്ട് അശോകൻ നടുങ്ങി. തൻ്റെ ഫോൺ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് വരികയാണ്. അശോകൻ അവിടേക്ക് വാ. അവിടെ വേണ്ട സാർ. പിന്നെ എവിടെ വെച്ച് കാണും? അശോകൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു. ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയുടെ പിന്നിലൊരു ഓൾഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് കാണാം. ഫ്രാൻസിസ് സേവറിൻ്റെ ബോഡിയുള്ള പള്ളിയല്ലേ? അതെ സാർ. കോൾ പെട്ടെന്ന് കട്ടായി. അശോകൻ ഹോട്ടലിലെത്താൻ അരമണിക്കൂർ എടുത്തു. അയാൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ടേബിളിനടുത്ത് രാജീവ് മേനോൻ ഇരിക്കുന്നത് കണ്ടത്. 2 ടേബിളുകൾക്ക് അപ്പുറം വെളിച്ചം കുറഞ്ഞ മൂലയിൽ ഡേവിഡ് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അശോകൻ പറഞ്ഞത് മുഴുവൻ രാജീവ് ശ്രദ്ധിച്ചു കേട്ടു. ആവി പറക്കുന്ന കോഫി വന്നപ്പോൾ പകരം 2 ഡ്രിങ്കാണ് വേണ്ടിയിരുന്നത് മേനോൻ ഓർത്തു. കോഫി എടുത്ത് മുത്തിയപ്പോൾ ചുണ്ടുകൾ പൊള്ളി. മഴയും കാറ്റും തകർക്കുകയാണ്. പ്രദീപും ഡീൻ ആന്റണിയും നിർബൻ്റെ കൊലയാളിയെയാണ് അന്വേഷിക്കുന്നത്. അവനെ കിട്ടാൻ വേണ്ടി അവർ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണ് അല്ലേ? രാജീവ് മേനോൻ ചോദിച്ചു. അതെ സാർ. അയാളെ കൊന്നിട്ടേ ഗോവ വിട്ടു പോവുകയുള്ളൂ എന്നാണ് ഡീൻ ആന്റണി പറഞ്ഞത്. കയ്യിലിരുന്ന കപ്പ് അശോകൻ മേശമേൽ വെച്ചു. നിർബനെ പോലെ ഒരുവനെ എന്തിനാണ് അവൻ തേടി നടന്ന് കൊന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്, മേനോൻ പറഞ്ഞു. സാറേ, ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കൊലയാളി മനീഷയോട് പറഞ്ഞതും ഡീൻ ആന്റണിയും പ്രദീപ് ഗവാക്കറും പറഞ്ഞതും രോഹനയെ കൂട്ടി വായിക്കണം. രാജീവ് മേനോൻ കാതു കൂർപ്പിച്ച് അശോകനെ നോക്കി. പുറത്തെ മഴ അലോസരപ്പെടുത്തുന്നുണ്ട്. ഹോട്ടൽ വെയിറ്ററുടെ വേഷത്തിൽ വന്ന കൊലയാളി രോഹനെയും നിർബനെയും വെടിവെച്ചു. നിർബൻ മരിച്ചു. രോഹനെ വിടുകയില്ലെന്ന് അയാൾ മനീഷയോട് പറഞ്ഞിട്ടുണ്ട്. വേറെയും ചിലർ അവൻ്റെ ലിസ്റ്റിലുണ്ട്. ഒരുപക്ഷെ അത് ഡീൻ ആന്റണിയും പ്രദീപുമാണെങ്കിലോ സാറേ? അശോകൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? സാറേ, ഡീൻ ആന്റണിയുടെ സുഹൃത്താണ് നിർബൻ. അവരുടെ സുഹൃത്തുക്കളാണ് പ്രദീപ് ഗവാക്കറും രോഹനും. അതുകൊണ്ട് കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം തങ്ങളാണെന്ന് അവർ ഭയക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് എന്തു വില കൊടുത്തും അവർ അയാളെ വകവരുത്താൻ ശ്രമിക്കുന്നത്. പ്രദീപ് ഗവാക്കറും രോഹനും തമ്മിൽ അടുപ്പമുണ്ടെന്നാണ് അശോകൻ പറയുന്നത്. നമ്മൾ അറിയാത്ത എന്തൊക്കെ ബന്ധങ്ങൾ അവർക്കുണ്ട് സാറേ. ഇവർ 4 പേരും ഡൽഹിയിലുണ്ടായിരുന്നു. മറ്റാരെങ്കിലും കൂട്ടുണ്ടോ എന്നും അറിയില്ല. ഇവരെല്ലാം വലിയ കോടീശ്വരന്മാരും സ്വാധീനമുള്ളവരുമാണ്. ആ കൊലയാളി അവരെ മുഴുവൻ കൊല്ലാതെ പിന്മാറില്ല. ഏറ്റവും അത്ഭുതകരമായ കാര്യം മറ്റൊന്നാണ്. അതെന്താ? അവരുടെ ശത്രുവായ ഈ കൊലയാളി ആരാണെന്ന് അവർക്കാർക്കും അറിയില്ല. അയാൾ ശത്രുവിൻ്റെ വാടക കൊലയാളിയാണെങ്കിലോ? മരിക്കാനും തയ്യാറായിട്ട് ഇറങ്ങിത്തിരിച്ചവൻ? രാജീവ് മേനോൻ ചോദിച്ചു. അങ്ങനെയും ആവാം സാറേ. പക്ഷേ അവനെപ്പറ്റി മനീഷയ്ക്ക് അറിയാമെന്ന് പ്രദീപ് ഗവാക്കർ വിശ്വസിക്കുന്നുണ്ട്. അത് അപകടമാണ്. മനീഷ വഴി അവർ ആ കൊലയാളിയിലെത്താൻ ശ്രമിക്കും. അവൾക്ക് സാറുമായുള്ള അടുപ്പവും അവർക്കറിയാം. മനീഷ അവരുടെ കയ്യിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടുമോ? അശോകൻ ചോദിച്ചു. സിരകളിലൂടെ ഓടിക്കൊണ്ടിരുന്ന ചോര മരവിച്ചതുപോലെ രാജീവ് മേനോൻ ഒന്ന് വിറച്ചു. പെട്ടെന്ന് അയാൾ ഫോണെടുത്ത് മനീഷയെ വിളിച്ചു. മണിയടിച്ച് നിന്നതല്ലാതെ അറ്റൻഡ് ചെയ്തില്ല. എടുക്കുന്നില്ലല്ലോ. രാജീവ് മേനോൻ അശോകനെ നോക്കി. ഒന്നുകൂടി ട്രൈ ചെയ്യ് സാറേ. രാജീവ് മേനോൻ വീണ്ടും കോൾ കൊടുത്തു. റിങ് ചെയ്ത് നിന്നതല്ലാതെ അവൾ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ കാരണം പാവം ഒരു പെൺകുട്ടി അപകടത്തിൽപ്പെടുമോ അശോക? എനിക്കവൾ വളരെ വിലപ്പെട്ടതാ, അറിയാമല്ലോ. മേനോൻ്റെ ശബ്ദത്തിന് തെല്ല് പതർച്ചയുണ്ടായിരുന്നു. മഴയും തണുപ്പും ഉണ്ടായിരുന്നിട്ടും ഇൻസ്പെക്ടർ അശോകൻ്റെ നെറ്റി വിയർത്തു. സാർ, ഞാൻ പ്രദീപ് ഗവാക്കറെ വിളിച്ച് എവിടെയാണെന്ന് അന്വേഷിക്കാം. മനീഷ അവരുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ വല്ല സൂചനയും ലഭിച്ചാലോ? രാജീവ് മേനോൻ ശിരസ് കുലുക്കി. ഇൻസ്പെക്ടർ അശോകൻ പ്രദീപ് ഗവാക്കറുടെ നമ്പറിൽ വിളിച്ചു. ആദ്യം അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും ട്രൈ ചെയ്തപ്പോൾ പ്രദീപിൻ്റെ ശബ്ദം കേട്ടു. ഹലോ ഹലോ അങ്കിൾ. പ്രദീപ് എവിടെയാണ്? ഹോട്ടലിലുണ്ടോ? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ.
ഫോണിൽ പറയാൻ പറ്റില്ല. നേരിട്ട് സംസാരിക്കാനുള്ളതാണ്. കോൺഫിഡൻഷ്യൽ മാറ്റർ. ഞാനൊരു യാത്രയിലാണല്ലോ അങ്കിളെ. എൻ്റെ ഗസ്റ്റുകളുമായി വഗേറ്റർ ബീച്ചിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ടിറാക്കോൾ ഫോർട്ടിൽ പോകും. തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിക്കാം അങ്കിളെ. അശോകൻ നിരാശനായി രാജീവ് മേനോനെ നോക്കി. മറുവശത്ത് കോൾ കട്ടായി. യാത്രയിലാണെന്ന് അയാൾ പറഞ്ഞത് സത്യമാണ്. വാഹനത്തിൻ്റെ ശബ്ദവും ഹോണടിയും കേൾക്കാം. അവരിവിടെ ഇല്ലെങ്കിൽ മനുഷ്യയ്ക്ക് എന്ത് പറ്റി? കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൾ തീർച്ചയായും തിരിച്ചു വിളിക്കേണ്ടതാണ്. രാജീവ് മേനോൻ്റെ ക്ഷമ നശിക്കുകയായിരുന്നു. ഞാനൊരു ശ്രമം കൂടി നടത്തി നോക്കാം സാറേ. അതെന്താ? ഞങ്ങൾ പോലീസുകാരില്ലേ സാറേ? പണിയാണോ ഇല്ലാത്തത്? അശോകൻ മരിയയെ വിളിച്ചു. ഹലോ സാർ. മരിയയുടെ നനുത്ത സ്വരം. മരിയ ഓഫീസിലാണോ? അതെ സാർ. 2 ഫോണുകൾ ഇപ്പോൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം. ഒന്ന് പ്രദീപ് ഗവാക്കറുടേതാണ്, രണ്ടാമത്തേത് മനീഷയുടേതാണ്. ആളെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. കാസിനോയിലെ? യെസ്. ഫോണുകൾ രണ്ടും ഓണാണ്. മനീഷയുടെ നമ്പർ ഞാൻ തരാം. വെരി സീക്രട്ട്, വെരി അർജൻറ്റ്. സാർ നമ്പർ പറഞ്ഞോ? അശോകൻ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. രാജീവ് മേനോൻ അശോകനെ നോക്കി. ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിവരം കിട്ടും സാറേ, അശോകൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരിയ വിളിച്ചു. കിട്ടിയോ മരിയ? കിട്ടി സാറേ. 2 മൊബൈലുകളും പനാജിയിൽ തന്നെയുണ്ട് സാർ. ഉറപ്പാണോ മരിയ? അതെ സാർ. 2 പേരും യാത്രയിലാണ്. സിഗ്നലുകൾ തെക്ക് ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ് സാർ. ഇപ്പോൾ മിരാമർ ബീച്ചിനടുത്തെത്തി. താങ്ക് യു മരിയ. അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഞാൻ വിളിക്കാം. സാർ എന്തെങ്കിലും പ്രോബ്ലമാണ് മരിയ? കോൾ യു ബാക്ക്. മരിയ വീണ്ടും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അശോകൻ കട്ട് ചെയ്തു. സാർ അവർ പനാജി വിട്ടു പോയിട്ടില്ല. അവർക്കൊപ്പം മനീഷയുണ്ട്. അവൾ അവരുടെ കസ്റ്റഡിയിലാണ് സാർ, അശോകൻ പറഞ്ഞു. രാജീവ് മേനോൻ്റെ കണ്ണുകളിലൊരു പിടച്ചിലുണ്ടായി. ഇതേ സമയം ഓടുന്ന ഒരു ആംബുലൻസിനുള്ളിലായിരുന്നു മനീഷ. അതിനുള്ളിൽ സ്ട്രെച്ചറും ഡ്രിപ്പ് സ്റ്റാൻഡും ഓക്സിജൻ ട്യൂബും മനീഷയ്ക്ക് പരിചയമില്ലാത്ത ചില ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. പരിചയമില്ലാത്ത 4 പേർ ആ വലിയ വാനിലുണ്ട്. കട്ടിയുള്ള കട്ടനുള്ളതിനാൽ പുറത്തെ ഒരു ദൃശ്യവും കാഴ്ചയിൽപ്പെടില്ല. കുറേ ദൂരം കഴിഞ്ഞ് വാൻ നിന്നു. വാതിൽ തുറന്നപ്പോൾ ചുവന്ന കാർ റോഡരികിൽ കിടക്കുന്നത് കണ്ടു. വാനിലുണ്ടായിരുന്നവർ അവളെ അനങ്ങാൻ സമ്മതിച്ചില്ല. അതിൽ നിന്ന് ആദ്യം കണ്ട 2 പേരും ഇറങ്ങി വാനിൽ കയറി. വാൻ ഓടിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ടു പോകുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? മനീഷ തന്നെ പിടിച്ചിരുന്നവരുടെ കൈകളിൽ നിന്ന് കുതറി മാറി ചോദിച്ചു. നൃപനെ കൊന്നവനെ നിനക്കറിയാം. അവനെ ഞങ്ങൾക്ക് വേണം, പ്രദീപ് ഗവാക്കർ സൺഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്ക് അയാൾ അറിയില്ല, മനീഷ പറഞ്ഞു. എയർ കണ്ടീഷണറുടെ കുളിരിലും അവൾ വിയർത്തു. നിനക്കറിയാം, ഞങ്ങളുടെ ചങ്കായിരുന്നു അവൻ. അവനെ കൊന്നവൻ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അതുപോലെ വെടിവെച്ചു കൊല്ലും. ആൻ്റണി സൺഗ്ലാസിനുള്ളിലൂടെ അവളെ നോക്കി മുരണ്ടു. നീ ഇനി ജീവനോടെ നിലം തൊടില്ല. അയാളെ എനിക്കറിയില്ല, കണ്ടാൽ തിരിച്ചറിയാം. അങ്ങനെയാണ് അയാൾ കാസിനോയിൽ വന്നപ്പോൾ മനസ്സിലായത്. അവർ വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് ഉറപ്പായി. പ്രദീപ് ഫോണെടുത്ത് ഒരു ക്ലിപ്പ് ഓൺ ചെയ്തു. കാസിനോ ടൈറ്റനിൽ നിന്റെ ടേബിളിൽ അയാൾ കളിക്കുന്നതാണിത്. അവരുടെ ക്യാമറയിൽ നിന്നാണിത് കിട്ടിയത്. അയാൾ കളിക്കുന്നതും വിൻ ചെയ്യുന്നതും താൻ അയാളെ ശ്രദ്ധിക്കുന്നതുമായ വീഡിയോ മനീഷ കണ്ടു. കാസിനോയിൽ അത്രയ്ക്ക് സ്വാധീനമുള്ളവരാണ് അവരെന്ന് മനീഷയ്ക്ക് ഉറപ്പായി. പ്രദീപ് ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ട ശേഷം ഒരു റിവോൾവർ എടുത്ത് അവളുടെ നേരെ ചൂണ്ടി. ഇനി പറയ്, അവൻ ആരാണ്? എവിടെയാണവൻ? എനിക്ക് അയാൾ അറിയില്ല. അറിയാം, നീ പറഞ്ഞേ പറ്റൂ. പ്രദീപ് തോക്കിൻ്റെ കുഴൽ മനീഷയുടെ നെറ്റിയിൽ കുത്തി. അയാൾ ഒരു കൊലപാതകയാണെന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. നിങ്ങളെന്നെ കൊന്നോ? ഒരാവേശത്തിന് മനീഷ പറഞ്ഞു. അത് കേട്ട് പ്രദീപ് ഗവാക്കറുടെ മുഖത്ത് കോപം ഇരച്ചു വന്നു. ഡീൻ ആൻ്റണി അയാളെ തടഞ്ഞു. ഒറ്റമടിക്ക് അവളെ തീർത്താൽ അവനെപ്പറ്റി നമുക്കൊന്നും കിട്ടില്ല. അവളിപ്പോൾ കിളിപ്പോളെ പറയുന്നത് ഞാൻ കാണിക്കാം. എത്ര പേരിൽ ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആൻ്റണി ജാക്കറ്റിൻ്റെ ഉൾപോക്കറ്റിൽ നിന്ന് ഒരു ബോട്ടിലെടുത്തു. നിറമില്ലാത്ത ഒരു ദ്രാവകം. കുപ്പിയിലെ ലേബൽ കണ്ട് അവൾ നടുങ്ങി. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ് ഞാൻ നിന്റെ മുഖത്തൊഴിക്കുകയാണ്, ആൻ്റണി പറഞ്ഞു. നിന്റെ സുന്ദരമായ മുഖവും കണ്ണുകളും കത്തിയുരുക്കിപ്പോകും. സത്യം പറയുന്നോ നരകിക്കുന്നോ? അയാൾ അടപ്പ് തുറന്നു. കുപ്പിയിൽ നിന്ന് നേർത്ത പുക ഉയരുന്നത് നടുക്കത്തോടെ മനീഷ കണ്ടു. ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ റോഡിൻ്റെ അങ്ങേയറ്റത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹോട്ടൽ ബോയിയുടെ വേഷം ധരിച്ച ചെറുപ്പക്കാരനാണ് അത് ഓടിച്ചിരുന്നത്. അയാൾ ധരിച്ച തൊപ്പി നെറ്റിയിലേക്ക് ചരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് റോഡരികിൽ കിടന്ന ചുവന്ന കാറിനെ പിന്നിട്ട് ആംബുലൻസിന് പിന്നാലെ ചെന്നു. വാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യൊന്ന് വിറച്ചാൽ ആസിഡ് ദേഹത്ത് വീഴും. പറഞ്ഞോ. അയാൾ നീയും കാസിനോയുടെ ഡെക്കിൽ വെച്ചെന്താണ് സംസാരിച്ചത്? വാൻ വളവ് തിരിഞ്ഞപ്പോൾ ഡീൻ ആൻ്റണിയുടെ ബാലൻസ് തെറ്റി. കണ്ടുനിന്ന ഗുണ്ടകൾ പതറിപ്പോയി. പ്രമോദിന് പക്ഷേ കുലുക്കമൊന്നുമില്ല. മനീഷയുടെ നാവിൽ നിന്ന് കൊലയാളികളെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടാനായി ജാഗ്രതയോടെ നിൽക്കുകയാണ് അയാൾ. എനിക്കറിയാവുന്നത് ഞാൻ പറയാം. നിങ്ങൾ ആ കുപ്പി അടക്കി. മനീഷ സൺഗ്ലാസിനുള്ളിലെ ആൻ്റണിയുടെ കണ്ണുകളിൽ നോക്കി നിർദ്ദേശിച്ചു. എന്നോട് കൽപ്പിക്കാറായോ നീ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാനിത് നിന്റെ ശിരസിലൂടെ നെഞ്ചിലേക്ക് ഒഴിക്കും, അയാൾ പറഞ്ഞു. അയാളതിന് മടിക്കിയില്ലെന്ന് ആ ശബ്ദത്തിൽ നിന്ന് ഉറപ്പായിരുന്നു. ഞാൻ പറയാം. രാജീവ് മേനോനെ വിളിക്കാനാണ് ഞാൻ ഡെക്കിൽ പോയത്. അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴും പ്രമോദ് ഗവാക്കർ ഉറ്റുനോക്കി.
കൊലയാളിയെപ്പറ്റി ഞാൻ മേനോൻ സാറിനോട് പറഞ്ഞു. അപ്പോഴയാൾ പിന്നിലൂടെ വന്ന് എൻ്റെ കഴുത്തിൽ തോക്ക് മുട്ടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഡീൻ ആൻ്റണിയുടെയും പ്രദീപിൻ്റെയും കണ്ണുകൾ അവളിൽ തറഞ്ഞു നിന്നു. പോലീസിന് ഫോൺ ചെയ്തായോ എന്ന് അയാൾ സംശയിച്ചത്. എൻ്റെ ഫോൺ വാങ്ങി നോക്കി. രാജീവ് മേനോനെയാണ് വിളിച്ചതെന്ന് അയാൾ കണ്ടു. മനീഷ സംഭവം വിവരിച്ചു. രോഹനും നൃപനും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണെന്നാണ് അയാൾ പറഞ്ഞത്. അവരോടൊപ്പം വേറെയും ചിലരുണ്ട് എന്നയാൾ ഉറപ്പിച്ചു പറഞ്ഞു. മനീഷ പറഞ്ഞ് അവസാനിപ്പിച്ചു. രോഹനോടൊപ്പം കൊലപ്പെടാൻ വേറെയും ചിലരുണ്ടെന്നറിഞ്ഞപ്പോൾ ആൻ്റണിയുടെയും പ്രദീപിൻ്റെയും മുഖങ്ങൾ വിളറി. അവർ പരസ്പരം നോക്കി. സത്യം പറയടി, വേറെ ഏതൊക്കെ പേരുകളാണ് അവർ പറഞ്ഞത്? അവൻ ആരാണെന്നും നിനക്കറിയാം. ഡീൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആസിഡ് അവളുടെ നേരെ നീട്ടി. എനിക്കൊന്നും അറിയില്ലെന്ന് ഇത്രയായിട്ടും തനിക്ക് മനസ്സിലായില്ലേ? മനീഷ അയാളുടെ കൈ തട്ടിക്കളഞ്ഞു. ആസിഡ് കുപ്പി തെറിച്ചു വീണത് ഗുണ്ടകളുടെ ദേഹത്തേക്കാണ്. സംഭവിച്ചത് എന്താണെന്ന് ഡീൻ തിരിച്ചറിയുന്നതിന് മുമ്പ് അവരുടെ ദേഹത്തു നിന്ന് പുക ഉയർന്നു. കൈക്കാലുകൾ കത്തിയുരുകി അവർ തുള്ളികൊണ്ട് അലർന്നത് കണ്ടു. സ്ട്രെച്ചറും ഡ്രിപ്പ് സ്റ്റാൻഡും തട്ടിമറിച്ചിട്ടു. മനീഷയും വിറച്ചുപോയി. പ്രദീപ് പകയോടെ തോക്കിനായി വസ്ത്രത്തിനുള്ളിൽ കൈയിട്ടു. ഇതേ സമയം ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വെടിയുണ്ട പോലെ ആംബുലൻസിനെ കടന്നുപോയി. ഹോട്ടൽ ബോയിയെ പോലെ നീല യൂണിഫോമും ഹാറ്റും ധരിച്ച മനുഷ്യനെ ആംബുലൻസിൻ്റെ ഡ്രൈവർ കണ്ടു. മുന്നോട്ട് പോയ ബൈക്ക് വെട്ടിത്തിരിഞ്ഞു വരുന്നത് അയാൾ ശ്രദ്ധിച്ചു. ബൈക്കിൽ വന്ന മനുഷ്യൻ കൈത്തോക്ക് നീട്ടിയിരിക്കുകയാണ്. മനീഷയുടെ നേരെ പ്രദീപ് തോക്ക് ചൂണ്ടി. അടുത്ത ക്ഷണത്തിൽ വെടിപൊട്ടി. വെടിവെച്ചത് താനല്ലെന്ന് ഞെട്ടലോടെ പ്രദീപ് മനസ്സിലാക്കി. നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറിയ മനീഷ പിന്നോട്ട് വലിക്കുന്നത് പോലെയാണ് ഡീൻ ആൻ്റണിക്ക് തോന്നിയത്. ബൈക്ക് നിൽക്കുകയും വെടിയുണ്ട ആംബുലൻസിൻ്റെ ചില്ലിൽ തുളഞ്ഞു കയറുകയും ചെയ്തു. ഡ്രൈവർ പരിഭ്രമിച്ചു പോയി. ഒറ്റച്ചവിട്ടിന് വാൻ പാളി നിന്നു. ബൈക്കിലിരുന്ന ആൾ വീണ്ടും നിറയൊഴിക്കുന്നതിന് മുമ്പ് ഡ്രൈവർ വാനിൽ നിന്ന് ചാടിയോടി. പുറത്തെന്തോ സംഭവിച്ചു. പ്രദീപ് വാതിൽ തുറക്കാനുള്ള ബട്ടൺ അമർത്തി. നിന്റെ പോലീസാണോട് അത് ചോദിച്ചുകൊണ്ട് ഡീൻ പുറത്തേക്കിറങ്ങി. ഒപ്പം പ്രദീപും ഗുണ്ടകൾ രണ്ടുപേരും പൊള്ളിയൊരുകിയ ദേഹത്തോടെ റോഡിലേക്ക് ചാടി. മറിഞ്ഞു വീണ അവർ പിടഞ്ഞെണീറ്റ് ജീവനുമായി ഓടിപ്പോയി. ബുള്ളറ്റിൻ്റെ ശബ്ദം പ്രദീപ് കേട്ടു. ബൈക്കിൽ തോക്ക് ചൂണ്ടി വരുന്ന കൊലപാതകിയെ അവർ കണ്ടു. അതാടാവൻ! പ്രദീപ് അലറിക്കൊണ്ട് നിറയൊഴിച്ചു. അതിനു മുമ്പേ കൊലയാളി വെടിവെച്ചിരുന്നു. അടുത്ത 4 നിമിഷങ്ങൾ വെടിവെച്ചയിൽ അന്തരീക്ഷം നടുങ്ങി. ഒരു പോലീസ് വാഹനം കുതിച്ചുവന്ന് ബ്രേക്ക് ചെയ്തപ്പോഴാണ് അത് നിന്നത്. ബൈക്ക് ആംബുലൻസിനെയും ആ ട്രാഫിക് പോലീസിനെയും ചുറ്റി അതിവേഗം പോയി. ഡീൻ കിതച്ചുകൊണ്ട് പ്രദീപിനെ വന്നു പിടിച്ചു. അവൻ്റെ ലക്ഷ്യം തെറ്റി. നമുക്ക് വെടിയേറ്റില്ലല്ലോ, ഭാഗ്യം, പ്രദീപ് ആശ്വാസത്തോടെ പറഞ്ഞു. അയാൾ ഒരു ഷൂട്ടിംഗ് എക്സ്പെർട്ട് അല്ല. എങ്കിലും പരാജയവും അപമാനവും സംഭവിച്ചതുപോലെ ഒരു മുറിവ് അയാൾക്ക് അനുഭവപ്പെട്ടു. മനീഷ വാനിൽ നിന്ന് ഇറങ്ങുന്നത് അയാൾ കണ്ടു. തേടി നടന്നവൻ മുന്നിൽ വന്നതാണ്. ട്രാഫിക് ഇൻസ്പെക്ടറും പോലീസുകാരും അവരുടെ അടുത്തേക്ക് വന്നു. ഇൻസ്പെക്ടർ അശോകൻ മെസ്സേജ് കൊടുത്തതിനനുസരിച്ച് വന്നതാണവർ. ഞാൻ പ്രദീപ് ഗവാക്കറാണ്, കമ്മീഷണറുടെ മകൻ. സാർ, ഞങ്ങൾ അത്യാവശ്യമായി ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴൊരു കില്ലർ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു, ഡീൻ പറഞ്ഞു. ആരാണ് സാർ വെടിവെച്ചത്? കമ്മീഷണറുടെ മകനെന്ന പരിഗണന കൊടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചു. കൊലയാളി ആരാണെന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരണോ? പ്രദീപ് ഇൻസ്പെക്ടറെ കഴുത്തിൽ പിടിച്ചമർത്തി. പോലീസുകാർ നടുങ്ങിപ്പോയി. മധ്യവയസ്കനായ ആ ഇൻസ്പെക്ടർ ശ്വാസം കിട്ടാതെ കണ്ണുകൾ മിഴിച്ചു. മിസ്റ്റർ പ്രദീപ് ഗവാക്കർ, താക്കിയതുപോലെ കനത്ത ശബ്ദം പ്രദീപിനെ നിശ്ചലനാക്കി. അയാൾ ചുമലിന് മുകളിലൂടെ ശിരസ് തിരിച്ചു നോക്കി. കുതിച്ചു വന്ന ഇൻസ്പെക്ടർ അശോകൻ പ്രദീപിൻ്റെ കൈ തട്ടിക്കളഞ്ഞു. നിങ്ങൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ മേലാണ് കൈവച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പ്രദീപ്. അശോകൻ അയാളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. ഇവനെയൊക്കെ കൊല്ലുകയാണ് വേണ്ടത്. വിഡ്ഢികളെ പോലീസിൽ ആവശ്യമില്ല. കഴുത്തിൽ തടവിക്കൊണ്ടു നിന്ന ഇൻസ്പെക്ടറുടെ നേരെ നോക്കി പ്രദീപ് ക്ഷോഭിച്ചു. പ്രദീപ്, വിഡ്ഢിത്തം സംസാരിക്കരുത്. അശോകൻ്റെ മുഖം ചുവന്നു. നിങ്ങളെൻ്റെ പുറകെയാണെന്ന് എനിക്കറിയാം. പ്രദീപ് ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ. പ്രദീപ് വിരൽ ചൂണ്ടി മുരണ്ടു. എന്താടോ, ആരോടെ താൻ കളിക്കുന്നത്? ഡീൻ അശോകൻ്റെ ചുമലിൽ പിടിക്കാനായി കൈ ഉയർത്തി. അശോകന് കൈ തട്ടിക്കളഞ്ഞു. പിന്നെ കരണത്ത് മുഷ്ടി കൊണ്ടുവന്ന് കൊടുത്തു. ആൻ്റണി നിലവിളിച്ചു പോയി. തൻ്റെ മുഖത്താണ് ആ ഇടിയേറ്റതെന്ന് പ്രദീപിന് തോന്നി. എടോ അശോക, അയാൾ അലറി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. അശോകൻ അവൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി മുരണ്ടു. ഒന്ന് പകച്ചെങ്കിലും അയാൾ മുറിവേറ്റ മൃഗത്തെപ്പോലെ അശോകനെ നോക്കി. കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ഭാവം. കൈത്തോക്കെടുക്കാനായി അയാൾ വസ്ത്രത്തിനുള്ളിൽ കൈയിട്ടു. അതിനു മുമ്പ് അശോകൻ പിസ്റ്റൾ കൈക്കലാക്കി. വായിൽ നിറഞ്ഞ ചോര ഡീൻ തുപ്പി. 2 പോലീസ് വാഹനങ്ങൾ കൂടി പാഞ്ഞെത്തി. പ്രദീപ് പതറിപ്പോയി. ഏറ്റുമുട്ടൽ നടത്തി ഒരു സീനുണ്ടാക്കിയാൽ കൂടുതൽ അപകടത്തിലാകുമെന്ന് പ്രദീപിന് മനസ്സിലായി. കാറിനടുത്ത് രാജീവ് മേനോനോട് സംഭവിച്ചതൊക്കെ വിവരിക്കുകയാണ് മനീഷ. ഇൻസ്പെക്ടർ അശോകൻ കമ്മീഷണർക്ക് വിവരം കൊടുത്തു. മീഡിയയെ വിവരം അറിയിക്കരുതെന്നും എല്ലാം രഹസ്യമാക്കി വയ്ക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. പോലീസ് സ്പോട്ട് ക്ലിയർ ചെയ്ത് ആംബുലൻസ് കസ്റ്റഡിയിലെടുത്തു. ആസിഡ് കുപ്പിയും മറ്റു തെളിവുകളും എടുത്തു. അശോകൻ ഓഫീസിൽ വെച്ച് മനീഷയെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. രാത്രി 8 മണിക്കായിരുന്നു കമ്മീഷണർ പ്രണബ് ഗവാക്കറും ഇൻസ്പെക്ടർ അശോകനും തമ്മിലുള്ള മീറ്റിംഗ്. കമ്മീഷണറുടെ ഓഫീസിൽ വെച്ചായിരുന്നു അത്. അശോകൻ ടവലിൽ പൊതിഞ്ഞ പിസ്റ്റൾ കമ്മീഷണറുടെ മുന്നിൽ മേശപ്പുറത്ത് വെച്ചു. ഇത് പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് സാർ. 45 ഒബ്രോ ഗൺ പിസ്റ്റലി, മെക്സിക്കൻ മെയ്ഡ്. തോക്കിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്തെ സംഘർഷം അശോകന് മനസ്സിലായി. സാർ,
നമ്മളെയൊക്കെ നടക്കുന്ന വിവരങ്ങളാണ് പ്രദീപിനെ പറ്റി കിട്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡ്രഗ് മാഫിയയുടെ ഗോവയിലെ കണ്ണിയാണ് പ്രദീപ്. കമ്മീഷണർ നടുക്കത്തോടെ അശോകനെ നോക്കി. പ്രദീപിന്റെ സുഹൃത്ത് കൊച്ചിക്കാരൻ ഡീൻ ആന്റണി കൊക്കൈൻ സ്മഗ്ലറാണ്. ഐസക് സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള വലിയ റാക്കറ്റ് ഇതിന്റെ പുറകിലുണ്ട്. അന്ന് ഐസക്കിനെ രക്ഷിക്കാൻ കിഡ്നാപ്പിംഗ് നാടകം നടത്തിയത് പ്രദീപാണ്. എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. അതെങ്ങനെ സാറിനോട് പറയുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അവർ എൻ്റെ കയ്യിൽപ്പെട്ടത്. കമ്മീഷണർ ഗവാക്കർ അശോകനെ നോക്കിയിരുന്നു. പ്രദീപിൻ്റെ കൂടെയുള്ളവരെല്ലാം കോടീശ്വരന്മാരാണ്, വലിയ അധികാര സ്ഥാനങ്ങളിൽ പിടിപാടുള്ളവർ. അവരുടെ ഫ്രണ്ടാണ് കൊല്ലപ്പെട്ട കൽക്കട്ടക്കാരൻ റുബൻ. ആ കൊലയ്ക്ക് സാക്ഷിയായിരുന്ന മനീഷയെയാണ് അവർ തട്ടിക്കൊണ്ടുപോയത്. കമ്മീഷണറുടെ കണ്ണുകൾ നടുക്കമുണ്ടായി. പക്ഷേ അവളിൽ നിന്ന് അവരൊരു കാര്യം അറിഞ്ഞു സാർ. ആ കൊലയാളിയുടെ ലിസ്റ്റിൽ രോഹനോടൊപ്പം പ്രദീപും ഡീൻ ആന്റണിയും ഉണ്ടാകാം. അതുകൊണ്ട് അയാളെ കണ്ടുപിടിച്ച് കൊല്ലാൻ എത്ര വില കൊടുക്കാനും അവർ തയ്യാറാണ്. അവൻ ആരാ അശോക? നിങ്ങളെന്താ അവനെ കൊടുക്കാത്തത്? കമ്മീഷണർ ചോദിച്ചു. അവനെപ്പറ്റി അവർക്ക് പോലും അറിയില്ല സാർ. ആരാണ് എന്തിനാണ് കൊല്ലുന്നത് എന്നൊന്നും. കമ്മീഷണർ ക്ഷീണിതനായി കസേരയിലിരുന്നു. എനിക്ക് അവനെ സംശയമുണ്ടായിരുന്നു അശോക. അതുകൊണ്ടാണ് അശോകനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. ഇനി 3 വർഷം കൂടി എനിക്ക് സർവീസുണ്ട്. അപമാനം ഉണ്ടാകാതെ പെൻഷൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ വലിയ മനുഷ്യൻ്റെ നിസ്സഹായത അശോകന് മനസ്സിലായി. സാർ, പ്രദീപിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിനിടയാക്കും, അശോകൻ പറഞ്ഞു. പക്ഷേ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷ അനുഭവിക്കണം അശോക. എൻ്റെ മകനെ ശിക്ഷിക്കാതെ ഞാനെങ്ങനെ മറ്റുള്ളവരെ ശിക്ഷിക്കും? അശോകൻ മറുപടി പറയാതെ നിശബ്ദനായിരുന്നു. അപ്പോൾ പ്രദീപിൻ്റെ ചുവന്ന ഫെറാറി കാർ ഓൾഡ് ഗോവയിലെ പുതിയ പുഴയോരത്തെ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്നു. പ്രദീപ് ഗവാക്കറാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അടുത്ത് ഡീൻ ആന്റണി സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുന്നു. പുഴയെ തഴുകി വരുന്ന കാറ്റും ചീവീടുകളുടെ ശബ്ദവും അയാൾ ആസ്വദിക്കുന്നുണ്ട്. തലേ ദിവസം ഇൻസ്പെക്ടർ അശോകൻ ഏൽപ്പിച്ച ഇടിയുടെ വേദന അയാളുടെ വായ്ക്കുള്ളിലുണ്ട്. 2 പല്ലുകൾ ഇളകിയിരിക്കുന്നു. പുകയെടുത്ത് വിടുമ്പോൾ ഒരു സുഖം. അശോകനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നയാൾ ആലോചിച്ചു. കാർ ആയുർവേദ കേന്ദ്രത്തിൻ്റെ ഗേറ്റ് കടന്നു. രാത്രി 9 മണിയാണ്. വളഞ്ഞു പൊളഞ്ഞ റോഡുകളിലൂടെ ഓടി കാർ ഒരു കോട്ടേജിന് സമീപം നിന്നു. അവർ കാറിൽ നിന്നിറങ്ങിയപ്പോൾ കോട്ടേജിൻ്റെ വാതിൽ തുറന്ന് ജ്യോതി ഇറങ്ങി വന്നു. അപ്പുറത്തെ കോട്ടേജിൽ ഐസക് സ്റ്റീഫൻ നിൽക്കുന്നുണ്ട്. അയാൾ കൈവീശി കാണിച്ചു. പ്രദീപും കൈവീശി. രോഹൻ എങ്ങനെയുണ്ട് ആൻറ്റി? ഡീൻ ചോദിച്ചു. സ്റ്റീം ബാത്ത് കഴിഞ്ഞ് 40 പച്ചിലകളുടെ ജ്യൂസ് കുടിക്കുകയാ, ജ്യോതി പറഞ്ഞു. ഡൽഹിയിൽ വച്ച് തന്നെ ജ്യോതിക്ക് അവരെ പരിചയമുണ്ട്. രോഹൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ അപ്പുറത്തുണ്ട്. ജ്യോതി മുറിവിട്ട് പോയി. പ്രദീപും ഡീനും ചെല്ലുമ്പോൾ രോഹൻ ജ്യൂസ് കുടിച്ച് കോപ്പ് താഴെ വെച്ചു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 5 സ്റ്റാർ ചികിത്സാലയമാണത്. തലേ ദിവസം സംഭവിച്ചതെല്ലാം അവർ രോഹനോട് പറഞ്ഞു. അപ്പോൾ അവൻ നമ്മളെ ഓരോരുത്തരെയായി കൊല്ലാനിറങ്ങിയിരിക്കുകയാണ് അല്ലേ? രോഹൻ സുഹൃത്തുക്കളെ നോക്കി. അതെ, അതിനു മുമ്പ് അവനെ തീർക്കണം, അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകില്ല, ഡീൻ പറഞ്ഞു. നമ്മുടെ കൂടെ തന്നെ അവനുണ്ടെന്ന് വേണം കരുതാൻ, പ്രദീപ് പറഞ്ഞു. ഞാനവൻ്റെ റൂട്ട് തിരഞ്ഞു പിടിച്ചേനെ, പക്ഷേ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ദേഹം മുഴുവൻ വേദനയാ. ആ ഡേവിഡ് എൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം വേർപ്പെടുത്തി കളഞ്ഞു, രോഹൻ പറഞ്ഞു. അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റോട്ടെ, ഞാൻ നിനക്ക് ഒരു അപൂർവ ഔഷധം തരാം. ഇപ്രാവശ്യം ബ്രസീലിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാ, ഡീൻ പറഞ്ഞു. അതെന്താ? രോഹൻ ആകാംക്ഷയായി. അയഹാസ്ക, ഒരു റയർ പ്ലാന്റാണത്, ആൻ്റണി പറഞ്ഞു. ട്രൈബ്സ് അത് കാട്ടിൽ നിന്ന് കൊടുത്തു വിടില്ല. അവിടെ പോയി കഴിക്കാം. 14 ദിവസം നമ്മൾ അബോധാവസ്ഥയിലായിരിക്കും. പിന്നെ ഉണരുമ്പോൾ സകല വേദനകളും മാറി പുതിയൊരു മനുഷ്യനായിരിക്കും. ആൻ്റണി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. എനിക്കും വേണം, ഇരുട്ടിൽ രോഹൻ്റെ സ്വരം കേട്ടു. ഡീൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മൊത്തം ഇരുട്ടാണ്. മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിൽ മുന്നിൽ ഒരു ഇരുട്ട് രൂപം അയാൾ കണ്ടു. ശ്വാസം കഴിക്കുന്ന ശബ്ദം. ആരാ? ഡീൻ ആൻ്റണി ചോദിച്ചു. ഞാൻ. അവർക്കിടയിൽ ലൈറ്ററിൻ്റെ നീല ജ്വാല തെളിഞ്ഞു. ബൈക്കിൽ വന്ന ബട്ട്ലർ. ഡീനൊന്ന് നടുങ്ങി. ജ്വാല അണഞ്ഞു. എടാ അന്തോണി. വാതിൽ തുറന്ന് പ്രദീപ് വെളിയിലേക്ക് വന്നു. അവിടെ അയാളെ കണ്ടില്ല, ഇരുട്ട് മാത്രം. ആൻ്റണി, പ്രദീപ് ഇരുളിലേക്ക് നോക്കി വിളിച്ചു. മിന്നാമിനിങ്ങളുടെ പ്രകാശമല്ലാതെ ഒരു ചലനവും ഇരുളിൽ നിന്നുണ്ടായില്ല. നിലത്തുകൂടി എന്തോ ഉരയുന്ന ശബ്ദം. ഏതോ വസ്തു വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ. പ്രദീപേ! കോട്ടേജിനകത്ത് നിന്ന് രോഹൻ്റെ വിളി കേട്ട് അവിടേക്ക് ചെന്നു. എടാ, ആൻ്റണിയെ കാണുന്നില്ല. അവനെവിടെ പോകാനാ? അപ്പുറത്തേക്ക് വല്ലതും പോയി കാണും. ഇരുട്ടിൽ മുഖം കാണാതെയാണ് അവർ സംസാരിച്ചത്. ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ടു. കറണ്ട് വന്നു. പ്രദീപ് വേഗം വെളിയിലേക്ക് ചെന്നു. തങ്ങളുടെ കാർ കിടപ്പുണ്ട്. വേറെയും വില കൂടിയ കാറുകളുണ്ട്. പുറത്തെങ്ങും ആരെയും കാണുന്നില്ല. എല്ലാവരും കോട്ടേജുകളാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ആൻ്റണിയുടെ ഫോൺ തറയിൽ കിടക്കുന്നു. അവിടെ തുറന്നുവെച്ച ഡിക്കിയിലേക്ക് ഒരാളെ കയറ്റുകയാണ് ആ മനുഷ്യൻ. ഡീൻ ആൻ്റണിയുടെ വസ്ത്രങ്ങൾ പ്രദീപ് തിരിച്ചറിഞ്ഞു. എടാ! അയാൾ അലറിക്കൊണ്ട് ഓടിച്ചെന്നു. ഡീൻ ആൻ്റണിയെ ഡിക്കിയിലിട്ട് കാൽ തള്ളി കയറ്റി വെച്ച ശേഷം അയാൾ തിരിഞ്ഞു നോക്കി. ഹോട്ടൽ ബട്ട്ലറുടെ വേഷം ധരിച്ച മനുഷ്യൻ, തങ്ങളെ ബൈക്കിൽ നിന്ന് വെടിവെച്ചവൻ. പ്രദീപ് അയാളെ പിടികൂടാനായി അടുത്തെത്തിയതും മുഷ്ടി മുഖത്ത് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ശിരസിനുള്ളിൽ ഒരു വെളിച്ചമുണ്ടായി. പ്രദീപ് കുഴഞ്ഞു വീണു. ഡിക്കി അടയുന്നതും കാർ പാഞ്ഞു പോകുന്നതും അയാൾ അറിഞ്ഞു.
4-5 മിനിറ്റ് കഴിഞ്ഞാണ് പ്രദീപിന് പരിസരബോധം വന്നതും എഴുന്നേറ്റതും. ഒരു കൈ ചുമലിൽ പതിഞ്ഞപ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ഐസക് സ്റ്റീഫൻ. പ്രദീപ് ആരെയോ വിളിക്കുന്നത് കേട്ടു. എന്തു പറ്റി? പ്രദീപ് നടന്നതെല്ലാം പറഞ്ഞു. ഡാഡിയെ വിളിക്കേ. കമ്മീഷണറുടെ ഓർഡർ കിട്ടിയാൽ പോലീസ് അലർട്ടാക്കും. അല്ലെങ്കിൽ അവൻ ആന്റണിയെ കൊല്ലും. ഐസക് സ്റ്റീഫൻ പരിഭ്രമത്തോടെ പ്രദീപിനെ ഓർമ്മിപ്പിച്ചു. പ്രദീപ് ഗവാക്കർ വേഗം ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഡാഡി, ഡീൻ ആന്റണിയെ എനിക്ക് കിട്ടണം. കൊണ്ടുപോയിരിക്കുന്നത് ഒരു കൊലയാളിയാണ്. ആ കാർ അധിക ദൂരമൊന്നും പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഓൾഡ് ഗോവയിലെ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യണം. പ്രദീപിൻ്റെ സ്വരവും ദേഹവും വിറച്ചിരുന്നു. നീ ഉടനെ ഇവിടെ എത്തണം. സംസാരമെല്ലാം നേരിട്ട് മതി. കമ്മീഷണർ കോൾ കട്ട് ചെയ്തു. പ്രദീപ് വേഗം വീട്ടിലേക്ക് പോയി. മഴയുണ്ടായിരുന്നു, കനത്ത ഇരുട്ടും. റോഡിൽ രണ്ടിടത്ത് പോലീസ് അയാളുടെ കാർ തടഞ്ഞു. കമ്മീഷണറുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ കാർ വിട്ടു. ഫെറാറി കാർ കമ്മീഷണർ ബംഗ്ലാവിന് മുന്നിൽ ഇരമ്പി നിന്നു. പ്രദീപ് മുന്നിലെത്തിയതും പ്രണബ് ഗവാക്കർ മുഷ്ടി ചുരുട്ടി അവൻ്റെ നേരെ പാഞ്ഞെടുത്തു. എടാ റാസ്കൽ, നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡാഡി എന്നോട് അലറുന്നതിന് മുമ്പ് ആ കൊലയാളിയെ അറസ്റ്റ് ചെയ്യേ. പ്രദീപ് അതേ ശബ്ദത്തിൽ തിരിച്ചടിച്ചു. രാവും പകലും ഗോവയിലൂടെ ഉറഞ്ഞു തുള്ളി നടക്കുന്ന കൊലയാളിയെ പിടിക്കാൻ ഒരു ഫോഴ്സ് മുഴുവൻ കൈപ്പിടിയിലുള്ള പോലീസ് കമ്മീഷണർക്ക് കഴിയില്ലേ? ആ കാറിൽ നിന്ന് ഡീൻ ആന്റണിയെ ജീവനോട് തിരിച്ചു തരാൻ പറ്റുമോ? ആരാടാ ഈ ഡീൻ ആന്റണി? എൻ്റെ ചങ്ക, ബിസിനസ്സുകാരൻ. എന്താ നീയും അവനും തമ്മിലുള്ള ഇടപാട്? അതൊന്നും ഡാഡി അറിയണ്ട. എനിക്കറിയാം. കൊക്കൈൻ സ്മഗ്ലിംഗ് അല്ലേടാ? കൊക്കൈൻ സ്മഗ്ലിംഗ്. അതാ ഇൻസ്പെക്ടർ അശോകൻ ഡാഡിയെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? നിന്നെ ബന്ദിയാക്കിയെന്ന് ഭീഷണിപ്പെടുത്തി ഐസക് സ്റ്റീഫനെ ഇറക്കിക്കൊണ്ടുപോയതും തെറ്റിദ്ധാരണയാണോടാ? കമ്മീഷണറുടെ ശബ്ദം പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു. ആന്റണിയെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി ആസിഡ് ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച അവനും നീയും മനുഷ്യരാണോടാ? നൃപനെ കൊന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയണമായിരുന്നു. അവനെ തീർക്കാതെ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അവൻ കൊല്ലാൻ പോകുന്നവരുടെ ലിസ്റ്റിൽ ഞങ്ങളുണ്ട്. അവനാരാ? എന്തിനാ നിങ്ങളെ കൊല്ലുന്നത്? കമ്മീഷണർ അസ്വസ്ഥതയോടെ ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും മുമ്പ് അവനെ കണ്ടിട്ടില്ല. ഡാഡിക്ക് പറ്റുമോ അവനെ പിടിക്കാൻ? അല്ലെങ്കിൽ ഈ പണി നിർത്ത്. പ്രദീപ് ഡാഡിയുടെ നേരെ കൈ ചൂണ്ടി. വാതിക്കൽ നിൽക്കുന്ന ഭാര്യയെ പ്രണബ് ഗവാക്കർ കണ്ടു. വിദ്യ അതിവേഗം അവരുടെ മുന്നിലെത്തി. നീ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. ഡ്രഗ് സ്മഗ്ലർ ആണോടാ നീ? കൊലയാളിയാണോടാ നിന്റെ കൂട്ടുകാരെ? വിദ്യ ചോദിച്ചു. മമ്മി ഇതിൽ ഇടപെടണ്ട, അവൻ വിദ്യയോട് ആക്രോശിച്ചു. വിദ്യ കൈവീശി അവൻ്റെ കർണത്തൊന്ന് പൊട്ടിച്ചു. നിന്റെ കാര്യത്തിൽ ഞാനല്ലാതെ മറ്റാരാടാ ഇടപെടേണ്ടത്? നീ ഡാഡിയെ കൈച്ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നോ? നോക്കി നിന്ന കമ്മീഷണർ നടുങ്ങിപ്പോയി. പ്രദീപ് ഗവാക്കറും പകച്ചുപോയി. കുഞ്ഞുനാൾ മുതൽ മമ്മി ദേഷ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നതെന്ന് അവനറിയാം. ഇന്ന് ഈ നിമിഷം നിർത്തിക്കോണം നിന്റെ കള്ളത്തരങ്ങളെല്ലാം. മകൻ്റെ കണ്ണുകളിൽ നോക്കി വിദ്യ കൽപ്പിച്ചു. നിന്നെ പ്രസവിച്ച അമ്മയാ പറയുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കൊന്നുകളയും ഞാൻ. ഒരു ക്രിമിനലിൻ്റെ, രാജ്യദ്രോഹിയുടെ അമ്മയായി 100 വർഷം ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അവനെ കൊന്നിട്ട് ജയിലിൽ കിടന്ന് മരിക്കുന്നതാ. ഒറ്റ ശ്വാസത്തിലാണ് വിദ്യ പറഞ്ഞത്. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് പോലെ പ്രദീപ് വാതിൽ കടന്നുപോയി. പ്രണബ് ഭാര്യയുടെ അടുത്തേക്ക് വന്നു. കാസിനോ ടൈറ്റൻ്റെ മെയിൻ പാർട്ട്ണർ രഞ്ജൻ ചൗധരി എന്നെ വിളിച്ചായിരുന്നു. അയാളുടെ മകളെയാണ് ഇവന്മാർ ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അയാൾ വെറുതെ ഇരിക്കുമോ വിദ്യ? വിദ്യ ചിലപ്പോലെ കേട്ടു നിന്നു. പഴയ പോർച്ചുഗീസ് ബംഗ്ലാവിന് മുന്നിൽ 2 കാറുകൾ വന്നു നിന്നു. ജനലിലൂടെ നോക്കി നിന്ന നടാഷ അത് കണ്ടു. മുന്നിലെ കാറിൽ നിന്ന് രഞ്ജൻ ചൗധരിയും ഭാര്യയും ഇറങ്ങുന്നു. പിന്നിലെ കാറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനേജറും ബോഡി ഗാർഡുകളും. മനീഷ, നിന്റെ ഡാഡിയും മമ്മിയും വരുന്നുണ്ട്. നടാഷ കിച്ചണിലേക്ക് നോക്കി ശബ്ദമുയർത്തി. മനീഷ വേഗം ഹാളിലേക്ക് വന്നു. വലിയ വാതിൽ തുറന്നു കിടക്കുകയാണ്. ചൗധരിയും ഭാര്യയും അകത്തേക്ക് പ്രവേശിച്ചു. വെള്ള പാൻസും ഷർട്ടുമാണ് ഡാഡി ധരിച്ചിരിക്കുന്നത്. മമ്മി വെളുത്ത ചുരിദാർ. മമ്മിയിലെ ചുവന്ന മുഖത്ത് നോക്കുമ്പോൾ കരുണ നിറഞ്ഞ ഒരു നേഴ്സിനെ പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഡാഡി, മമ്മി. മനീഷ അവരുടെ അടുത്തേക്ക് വേഗം ചെന്നു. നടാഷ ബഹുമാനത്തോടെ കൈകൂപ്പി. മമ്മി മനീഷയെ ആലിംഗനം ചെയ്തു. മോൾക്ക് അപകടം സംഭവിച്ചെന്നറിഞ്ഞപ്പം മുതൽ എനിക്ക് മനസ്സമാധാനമില്ലായിരുന്നു. നിന്നെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. പക്ഷേ ഡാഡിക്ക് എവിടെ സമയം? ഈ ചൂതാട്ട കേന്ദ്രം നിർത്താൻ ഞാൻ പറഞ്ഞതാ മോളെ, കേൾക്കണ്ടേ? മമ്മി മനീഷയുടെ ശിരസിലും കവിളിലും വാത്സല്യത്തോടെ തലോടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി. സാർ, ചായ. നടാഷ മുതലാളിയോടുള്ള ബഹുമാനത്തോടെ ചായ എടുത്ത് ചൗധരി സാറിനും ഭാര്യയ്ക്കും കൊടുത്തു. അവരത് നിരസിച്ചില്ല. മോളിനി ഇവിടെ താമസിക്കേണ്ട, മമ്മി പറഞ്ഞു. വാസ്കോയിലെ വീട്ടിലേക്ക് പോരെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക്. ഇനി കാസിനോയിൽ പോകണ്ട. മനീഷ വെറുതെ ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ആയുർവേദ ഹോസ്പിറ്റലിലെ കോട്ടേജിൽ ലോഹൻ അസ്വസ്ഥനായി കിടന്നു. 11 മണിയായി. ഡീൻ ആന്റണി മിസ്സിംഗായിട്ട് 12 മണിക്കൂർ. പോലീസിന് കൊലയാളിയുടെ രോമം പോലും കിട്ടിയിട്ടില്ല. ഐസക് സ്റ്റീഫൻ ആരോട് നിലാതെ പറഞ്ഞു. ജ്യോതിയും പ്രദീപും മുറിയിലുണ്ട്. അവൻ എന്നെ കൊല്ലാനാണ് വന്നത്. പക്ഷേ കിട്ടിയത് ഡീൻ ആന്റണിയെയാണ്. വേദനയ്ക്കിടയിലും ലോഹൻ പറഞ്ഞു. തൻ്റെ അവസ്ഥയെ അവൻ സ്വയം ശപിച്ചു. അവനാ അയഹാസ്ക മരുന്ന് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എൻ്റെ വേദനയെങ്കിലും കുറഞ്ഞേനെ. ഇനി ആന്റണിയെ ജീവനോടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ജ്യോതി പറഞ്ഞു. ആ കരുനാക്ക് കൊണ്ടൊന്ന് പറയല്ലേ മമ്മി. പ്രദീപ് നീരസപ്പെട്ടു. വെളിയിൽ കാർ വന്ന് നിൽക്കുന്നത് കേട്ടു. അവർ പരസ്പരം നോക്കി. പിന്നെ വേഗം പുറത്തേക്ക് ചെന്നു. ആ കാറിൽ നിന്നിറങ്ങിയത് രഞ്ജൻ ചൗധരിയും ആളുകളുമാണ്. ചൗധരി പ്രദീപിൻ്റെ മുന്നിലേക്ക് വന്നു. നിനക്ക് എൻ്റെ മോടെ ദേഹത്ത് ആസിഡ് ഒഴിക്കണം അല്ലടാ?
ചൗധരി പ്രദീപിൻ്റെ കരണത്തടിച്ചു. രണ്ട് കരണത്തും പടക്കം പൊട്ടുന്നതുപോലെ അടി വീണു. എടാ നായേ! പ്രദീപ് ചൗധരിയുടെ കോളറിനെ പിടിച്ച് ഞെരിച്ചു. ജ്യോതിയും ഐസക് സ്റ്റീഫനും കഥയറിയാതെ അന്താളിച്ചു നിന്നു. പെട്ടെന്ന് ചൗധരിയുടെ കൂടെയുള്ള 3 പേരും പ്രദീപിനെ വളഞ്ഞു. അവരുടെ കയ്യിലിരുന്ന കുപ്പികൾ തുറന്നു. 3 കുപ്പി ആസിഡ്. അയാൾ പെട്ടെന്ന് ചൗധരിയുടെ കോളറിൽ നിന്ന് പിടിവിട്ടു. ചൗധരി ശബ്ദമില്ലാതെ ചിരിച്ചു. ദേഹം മുഴുവൻ ആസിഡ് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാം, അദ്ദേഹം പറഞ്ഞു. നിലവിളി പോലെ ഒരു ശബ്ദം പ്രദീപിൽ നിന്നുണ്ടായി. അവൻ പിന്നോട്ട് മാറി. ഓടരുത്, നീ രക്ഷപ്പെട്ടാൽ ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും മുഖത്ത് ആസിഡ് ഒഴിക്കും, ഒരാൾ പറഞ്ഞു. അപ്പോഴാണ് ജ്യോതിക്കും ഐസക് സ്റ്റീഫനും അപകടം മനസ്സിലായത്. സാറേ, തെറ്റുപറ്റി. ഇനി ഞങ്ങൾ മനുഷ്യക്ക് ഒരു ഉപദ്രവവും വരുത്തുകയില്ല. കീഴടങ്ങുന്നതാണ് ഇവിടെ ബുദ്ധിയെന്ന് പ്രദീപ് തീരുമാനിച്ചു. എതിർത്ത് നിന്നാൽ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അപകടമാകും ഫലം. പ്രദീപ് സറണ്ടർ ആയപ്പോൾ ചൗധരി ശാന്തനായി. എവിടെയാടാ നിന്റെ കൂട്ടുകാരൻ, ചൗധരി ചോദിച്ചു. അതിനുള്ള മറുപടി പറയാതെ പ്രദീപ് വിഷമിച്ചു. സായാഹ്ന വെയിൽ ആ റെസ്റ്റോറൻറ്റിൽ നിറഞ്ഞു നിന്നു. മമ്മി വിളിച്ചിട്ട് വാസ്കോയിലെ വീട്ടിലേക്ക് മനീഷ പോകാതിരുന്നത് എന്താ? സ്ട്രോബെറി ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന മനീഷയുടെ മുഖത്തേക്ക് രാജീവ് മേനൻ്റെ ചോദ്യം വന്നു. അവർ ഗ്ലാസ്സിൽ നിന്ന് കണ്ണുകളുയർത്തി അയാളെ നോക്കി. അയാളുടെ മുന്നിൽ ആവി പറക്കുന്ന കോഫിയുണ്ട്. ഹയാത്ത് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലാണവർ. ഡാഡിയുടെ മകൻ്റെ വീടാണത്. ഞാനവിടെ കുറച്ചുനാൾ താമസിച്ചതാണ്. വലിയ ബംഗ്ലാവ്, മനീഷ പറഞ്ഞു. ഡാഡിയുടെ മകൻ ശിവ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. 2 വർഷം മുമ്പാണത്. ഇപ്പോൾ ഭാര്യ അൽക്കയാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് ചില രഹസ്യ ബന്ധങ്ങളുണ്ട്. ഞാനത് കണ്ടു. രാത്രിയായാൽ ഒരു പെർവേർട്ടഡ് തണ്ടർ ബോളാണവർ. ഡാഡിക്കും മമ്മിക്കും ഒന്നും അറിയില്ല. മനീഷ ഒരു മിനിറ്റ് നിർത്തി. ഒരു ദിവസം അൽക്കയുടെ കാമുകൻ എന്നെ കണ്ടു. അപ്പോൾ അവന് എന്നെ വേണം. രാജീവ് ശ്വാസമുടക്കി മനീഷയെ നോക്കി. ചൂട് കോഫി മെല്ലെ കുടിച്ചുകൊണ്ട് രാജീവ് മേനൻ മനീഷയെ നോക്കി. വാസ്കോയിലെ വീട്ടിൽ താമസിക്കുന്നതില്ലായിരുന്നോ മനീഷയ്ക്ക് എന്തുകൊണ്ടും സൗകര്യം? 2-3 ദിവസം ഞാൻ ആ വീട്ടിൽ താമസിച്ചതാ സാർ, മനീഷ പറഞ്ഞു. കാസ്നോയിലെ കാര്യങ്ങൾ പഠിക്കാനാ ഡാഡി എന്നെ അങ്ങോട്ട് വിട്ടത്. പക്ഷേ ആദ്യ ദിവസം തന്നെ ആ വീട് എനിക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലായി. മനീഷയെ തന്നെ നോക്കിയിരുന്നു മേനൻ. അൽക്കയെ വിവാഹം കഴിച്ചപ്പോൾ ഡാഡി ശിവേട്ടന് വേണ്ടി നിർമ്മിച്ചു നൽകിയതാണ് കുന്നിൻ ചെരുവിലെ ആ ബംഗ്ലാവ്. അതിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ അറബിക്കടലും അസ്തമയവും കാണാം. മനീഷ ആ ദൃശ്യം കാണുന്നത് പോലെ ഒന്ന് നിർത്തി. കാഷിഫൈനി ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറിയും മറ്റു പല ബിസിനസ്സുകളുമുണ്ട് ശിവേട്ടന്. എന്നാൽ കാറോട്ട മത്സരവും കുതിരപ്പന്തയവുമാണ് ഷേട്ടൻ്റെ വിനോദങ്ങൾ. സാറിൻ്റെ റൂഡഡ് ലഹരി പോലെ. 2 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ ശിവേട്ടൻ മരിച്ചു. പിന്നെ ബിസിനസ്സുകളെല്ലാം അൽക്ക ചേച്ചിയുടെ മേൽനോട്ടത്തിലായി. അവൾ സ്ട്രോ കൊണ്ട് സ്ട്രോബെറി ജ്യൂസ് ഇളക്കിയെങ്കിലും കുടിച്ചില്ല. അവിടെ പല പുരുഷന്മാരും വരുന്നത് ആദ്യ ദിവസം തന്നെ ഞാൻ ശ്രദ്ധിച്ചു. വീട്ടിൽ ബാറുണ്ട്. ലോകത്തിലെ എല്ലാത്തരം മദ്യങ്ങളുമുണ്ട്. രാത്രി മുഴുവൻ പാട്ടും പൊട്ടിച്ചിരികളും. രാവിലെ ഇവരെയൊക്കെ യാത്രയാക്കുന്നത് അൽക്ക ചേച്ചിയാണ്. മനീഷ അത് ഓർത്തെടുത്തു. രാജീവ് മേനോൻ കോഫി കുടിക്കാൻ മറന്നുപോയി. പോർച്ചിൽ കിടന്ന നീല BMW കാറിന് നേരെ നടക്കുന്ന ചെറുപ്പക്കാരെ മനീഷ കണ്ടു. കാറിൽ കയറുന്നതിന് മുമ്പ് അൽക്കയുടെ നേരെ കൈവീശിയ ചെറുപ്പക്കാരിലൊരാൾ മുഖം തിരിച്ചപ്പോൾ തന്നെ കണ്ടു. അയാളുടെ കണ്ണുകളിലെ അമ്പരപ്പും തൃഷ്ണയും മനീഷ തിരിച്ചറിഞ്ഞു. ആ കാർ മുറ്റത്തുകൂടി ഓടി മഞ്ഞയും നീലയും പൂക്കൾ പടർന്നു കിടക്കുന്ന ഗേറ്റ് കടന്നുപോയി. മനീഷ അൽക്കയുടെ നേരെ തിരിഞ്ഞു. ഈന്തപ്പഴങ്ങളും മാതളപ്പഴങ്ങളും ചിത്രണം ചെയ്ത ഗൗണാണ് ചേച്ചി ധരിച്ചിരിക്കുന്നത്. അരയിലെ കെട്ടിന് മുകളിൽ കുടുക്കുകളില്ല. ചുരുണ്ടുലഞ്ഞ മുടി മാറിൽ വീണു കിടക്കുന്നു. വല്ലാത്തൊരു മാദകഗന്ധം ആ 30-കാരിയുടെ പൂത്തുലഞ്ഞ ദേഹത്തു നിന്ന് ഉയരുന്നത് മനീഷയ്ക്ക് അനുഭവപ്പെട്ടു. അവൾ വെറുപ്പോടെ ചോദിച്ചു, ചേച്ചിക്കൊരു വിവാഹം കഴിച്ചുകൂടെ? വിവാഹം കഴിച്ചാൽ ശിവയുടെ സ്വത്തുക്കളും ബിസിനസ്സും എനിക്ക് നഷ്ടപ്പെടും. ഉറക്കം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ ബന്ധപ്പെട്ട് തുറന്നുകൊണ്ട് അൽക്ക പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഫ്രീഡമുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ മോളെ പൂനെയിലെ കോൺവെൻറ്റ് ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത്. ശിവാട്ടനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അനുവദിക്കുമായിരുന്നോ? അതുകൊണ്ടല്ലേ ശിവ? അൽക്ക പെട്ടെന്ന് നിർത്തി. മനീഷ അവളെ സംശയത്തോടെ നോക്കി. നീ ഇതൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട. അൽക്കയുടെ സ്വരം സൗമ്യമായിരുന്നെങ്കിലും താക്കിദിൻ്റെ ധ്വനിയുണ്ടെന്ന് മനീഷ മനസ്സിലാക്കി. 3-ാം നാൾ മനീഷ ബാൽക്കണിയിലിരിക്കുമ്പോൾ കാറിൻ്റെ ശബ്ദവും പിന്നീട് ബാർ റൂമിൽ നിന്ന് സംഗീതവും കേട്ടു. രാത്രി കനത്തപ്പോഴാണ് മനീഷ താഴെ തൻ്റെ മുറിയിലേക്ക് ചെന്നത്. വേലക്കാരി കോഴിയെ മുഴുവനായി പൊരിച്ചതുമായി പോകുന്നു, വികാരമില്ലാത്ത റോബോട്ട് പോലെ. ഡൈനിങ് ഹാളിലെ ഭിത്തിയിൽ ശിവേട്ടൻ്റെ വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്നു. ശിവരഞ്ജൻ ചൗധരി. ശിവേട്ടനെന്താ സംഭവിച്ചത്? മനീഷ മനസ്സിൽ ചോദിച്ചു. ഭക്ഷണം കഴിക്കാൻ മൂഡ് തോന്നിയില്ല. മുറിയിൽ പോയി കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. വാതിലിൽ ശക്തിയായി മുട്ടുന്നത് കേട്ടാണ് മനീഷ ഞെട്ടിയുണർന്നത്. ബെഡ് ലാമ്പിൻ്റെ വെളിച്ചം മുറിയിലുണ്ട്. ടേബിൾ ക്ലോക്കിൽ രാത്രി 1:30. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ അയാൾ നിൽക്കുന്നു. തന്നെ കൊതിയോടെ നോക്കിയിട്ട് പോയ മനുഷ്യൻ. ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് അൽക്കയനോട് മറച്ചു വെച്ചു. വാട്ട് എ പ്രിറ്റി യു ആർ. അയാൾ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. മദ്യത്തിൻ്റെ ചീഞ്ഞ ഗന്ധം. മനീഷ പിന്നോട്ട് മാറി. അത് സ്വാഗതമാണെന്ന് കണ്ട് അയാൾ അകത്തേക്ക് പ്രവേശിച്ചു. ഗെറ്റ് ഔട്ട്, മനീഷ അലറി. അയാളത് ഗൗനിച്ചില്ല. അവളുടെ ചുമലിൽ പിടിക്കാനായി കൈ നീട്ടി. മനീഷ ആ കൈ തട്ടിക്കളഞ്ഞ് കരണത്തൊന്ന് കൊടുത്തു. അൽക്കയോടുള്ള ദേഷ്യവും അതിലുണ്ടായിരുന്നു. അയാൾ അടികൊണ്ട കവിളിൽ തടവി
അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷർട്ട് വലിച്ചു കീറി എറിഞ്ഞു. 6 പാക്ക് മസിലുകൾ പെരുപ്പിച്ചു. മനീഷ ഒറ്റക്കുതിപ്പിന് ബെഡിനടിയിൽ ഒളിപ്പിച്ചിരുന്ന കത്തി വലിച്ചെടുത്തു. 1.5 അടി നീളമുള്ള ബ്ലേഡ് തിളങ്ങി. അവളുടെ ഭാവം കണ്ട് അയാൾ ഭയന്ന് മുറിയിൽ നിന്ന് പിൻവലിഞ്ഞു. രാവിലെ ഞാൻ ഭാഗമെടുത്ത് പോന്നു സാർ, മനീഷ പറഞ്ഞ് അവസാനിപ്പിച്ചു. സത്യത്തിൽ നീ ആരാ മനീഷ? രാജീവ് മേനോൻ അമ്പരപ്പോടെ ചോദിച്ചു. ചൗധരിയുടെ മകളല്ലെന്ന് എനിക്കറിയാം. നിനക്കെന്തോ ലക്ഷ്യമുണ്ട്. എന്താണത്? കൗതുക വാർത്ത കേട്ടതുപോലെ മനീഷ മേനോനെ നോക്കി ചിരിച്ചു. അത്രയൊക്കെ സാർ കണ്ടുപിടിച്ചു അല്ലേ? മറ്റൊന്നും അവൾ പറഞ്ഞില്ല. അവർ പാർക്കിംഗ് ഏരിയയുടെ കാറിനടുത്തേക്ക് ചെന്നു. മേനോൻ കാർ മുന്നോട്ടെടുത്ത് തിരിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്തതുപോലെ മറ്റൊരു കാർ മുന്നിൽ വന്നു നിന്നു. അതിലിരുന്ന ജ്യോതിയെ അവർ കണ്ടു. പെട്ടെന്ന് ജ്യോതി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നു. മനീഷ ആ സ്ത്രീയെ അമ്പരപ്പോടെ നോക്കി. എൻ്റെ മുൻ ഭാര്യ ജ്യോതി, രാജീവ് മേനോൻ മനീഷയോട് പറഞ്ഞു. ആ പ്രശസ്ത നർത്തകിയെ അവൾ കൗതുകത്തോടെ നോക്കി. കലയും ബുദ്ധിയും സൗന്ദര്യവും ഒന്നിച്ചു ചേർന്ന സുന്ദരി, വലിയ വ്യവസായ സാമ്രാജ്യം കൈയാളുന്നവൾ. മേനോൻ കാറിൽ നിന്നിറങ്ങി. പിന്നാലെ മനീഷയും ഇറങ്ങി. ഗൗരവത്തിൽ അടുത്തുവന്ന ജ്യോതി മേനോനെയും മനീഷയെയും നോക്കി. എൻ്റെ മോനെ കൊല്ലാക്കൊല ചെയ്തിട്ട് നിങ്ങളിവിടെ കൊച്ചു പെമ്പിള്ളേരുമായി ആഘോഷിക്കുകയാണോ മിസ്റ്റർ മേനോൻ? ജ്യോതി ആക്രോശിച്ചു. മനീഷ രാജീവ് മേനോനെ നോക്കി. ശാന്തനായി നിൽക്കുകയാണ് അദ്ദേഹം. അവർ ബന്ധം വേർപ്പെടുത്തി പോയതാണ്. പിന്നെന്തിനാണ് ഇത്ര അധികാരം കാണിക്കുന്നതെന്നാണ് മനീഷ ആലോചിച്ചത്. എന്നെ കൊല്ലാൻ വേണ്ടി നീയും ഐസക് സ്റ്റീഫനും കൂടി തോക്കുമായി രോഹനെ അയച്ചതല്ലേ? അവന് അർഹിക്കുന്നതിൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്ന് നീ കരുതിക്കോ ജ്യോതി, മേനോൻ പറഞ്ഞു. മേനോൻ സാറിന് എങ്ങനെയാണ് ഇത്ര സൗമ്യമായി സംസാരിക്കാൻ കഴിയുന്നതെന്ന് മനീഷ ആശ്ചര്യപ്പെട്ടു. പെട്ടെന്ന് ഉയർന്നു കേട്ട പോലീസ് വാഹനത്തിൻ്റെ ബീക്കൺ ശബ്ദത്തിൽ ജ്യോതിയുടെ മറുപടി മുങ്ങിപ്പോയി. അവൾ മനീഷയെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം കൊണ്ട് കാറിലേക്ക് ചെന്നു. 2 പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. ഒന്നിൽ നിന്ന് ഇൻസ്പെക്ടർ അശോകൻ ഇറങ്ങി. എന്താ അശോക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മേനോൻ തിരക്കി. അതിന് മറുപടി എന്നോണം സ്റ്റേറ്റ് കാർ പാഞ്ഞു വന്നു നിന്നു. വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച കേന്ദ്രമന്ത്രി അന്തോണിച്ചായനും മഹേഷ് റായിയും മറ്റു 2-3 പേരും ഇറങ്ങി. ഇൻസ്പെക്ടർ അശോകനും പോലീസുകാരും സല്യൂട്ട് അടിച്ചു. ഹോട്ടലിലേക്ക് നടക്കാൻ തുടങ്ങിയ മന്ത്രിയോട് മഹേഷ് റായ് എന്തോ അടക്കം പറഞ്ഞു. മന്ത്രി തിരിഞ്ഞു നോക്കി രാജീവ് മേനോനെ കണ്ടു. വ്യോമയാന സഹമന്ത്രിയുമായി രാജീവ് മേനോന് അടുത്ത ബന്ധമുണ്ട്. ആരിത്, മേനോനോ? അന്തോണിച്ചായൻ ചിരിച്ചുകൊണ്ട് അടുത്തു വന്ന് രാജുവിൻ്റെ കൈ പിടിച്ച് കുലുക്കി. മേനോൻ്റെ മകളാണല്ലേ? അന്തോണിച്ചായൻ മനീഷയെ സൂക്ഷിച്ചു നോക്കി. എന്താ പേര്? ഒരു മന്ത്രിയെ ആദ്യമായി അടുത്ത് കാണുകയാണ് അവൾ. മനീഷ, അവൾ പറഞ്ഞു. വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതാണല്ലേ? എൻജോയ്. ഞാൻ പോകട്ടെ മേനോനെ, തിരക്കുണ്ട്. അന്തോണിച്ചായൻ രാജുവിൻ്റെ ചുമലിൽ തട്ടിയിട്ട് വേഗം തിരിച്ചു നടന്നു. ജ്യോതി തിടുക്കത്തിൽ മന്ത്രിയുടെ മുന്നിലെത്തി. അച്ചായ. ആ ജ്യോതി, ഞാൻ രോഹനെ കാണാൻ കൂടിയാണ് വന്നത്. മന്ത്രി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചു. മന്ത്രിയോടൊപ്പം ജ്യോതിയും കോട്ടേജിലേക്ക് നടന്നു. രാത്രിയിലാണ് ഇൻസ്പെക്ടർ അശോകൻ റിസോർട്ടിലെ മേനോൻ്റെ കോട്ടേജിലെത്തിയത്. അശോകൻ ടെൻഷനിലായിരുന്നു. ഇപ്പോൾ പ്രദീപ് ഗാവക്കറുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണ് സാറേ. കൊലയാളിയെ ഒളിപ്പിച്ചിരിക്കുന്നത് ഞാനാണെന്നാണ് അയാൾ കേന്ദ്രമന്ത്രിയോട് പറഞ്ഞത്. അയാളുടെ സ്വഭാവം സാറിനറിയാമല്ലോ. എന്നെ നിർത്തിപ്പൊരിച്ചു. കരണക്കുറ്റിക്ക് 4 കൊടുക്കാൻ എൻ്റെ കൈ തരിച്ചതാ. അശോകനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ മേനോൻ ഇരുന്നു. ഡേവിഡ് ഒരു ബോട്ടിൽ കരീബിയൻ റാം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. പെട്ടെന്ന് അശോകൻ്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിലൂടെ സംസാരിച്ച അശോകൻ്റെ മുഖത്ത് പേശികൾ പിടയുന്നത് കണ്ടു. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. സാറേ, നദിയിലൊരു കാറ് മുങ്ങിക്കിടക്കുന്നുണ്ട്. ബോട്ടുകാരനാണ് കണ്ടത്. രാജീവ് മേനോൻ ചോദ്യഭാവത്തിൽ അശോകനെ നോക്കി. ലക്ഷണം വെച്ച് അത് ഡീൻ ആൻ്റണിയെ തട്ടിക്കൊണ്ടുപോയ കാറാ. അതിനുള്ളിൽ അവൻ ചത്തുകിടപ്പുണ്ടെങ്കിൽ എൻ്റെ പണി പോകും സാറേ. ഇൻസ്പെക്ടർ അശോകൻ വേഗം പുറപ്പെട്ടു പോയി. രാജീവ് മേനോന് സ്വസ്ഥത ഉണ്ടായില്ല. ഡേവിഡിനെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ബോട്ടുകളുടെയും കാറുകളുടെയും പോലീസ് വാഹനങ്ങളുടെയും സ്പോട്ട് ലൈറ്റുകളുടെയും തിരക്ക്. പാലത്തിൽ ലൈറ്റുകൾ പല നിറങ്ങളിൽ മിന്നുന്നു. പോലീസും നാവികസേനയും വലിയ ക്രെയിൻ ഉപയോഗിച്ച് കാർ ഉയർത്തിയെടുത്തു. അശോകനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചുറ്റുമുണ്ട്. 2 പോലീസുകാർ കാറിൻ്റെ ഡിക്കി വലിച്ചുയർത്തി. ചെളിവെള്ളം പുറത്തേക്ക് ഒഴുകി. എല്ലാവരും ശ്വാസമടക്കി ഡിക്കിക്കുള്ളിലേക്ക് നോക്കി. മീഡിയക്കാരുടെ ഹൈ ഡെഫിനിഷൻ വീഡിയോ ക്യാമറകളും സ്റ്റിൽ ക്യാമറകളും മിന്നിക്കൊണ്ടിരുന്നു. ഡിക്കി ശൂന്യം. ആരുമില്ല. ഇൻസ്പെക്ടർ അശോകൻ ദീർഘശ്വാസം വിട്ടു. ഡീൻ ആൻ്റണിയുടെ ശവമില്ല. 2 ദിവസം കഴിഞ്ഞ് രോഹൻ താമസിക്കുന്ന കോട്ടേജിൽ വെച്ച് പ്രദീപ് ഗാവക്കർ പറഞ്ഞു. പിന്നെ അവനെവിടെ പോയി? ജീവനോടെ ഉണ്ടെന്ന് എനിക്കുറപ്പില്ല. ധൈര്യം നഷ്ടപ്പെട്ടതുപോലെ ജ്യോതിയും സ്റ്റീഫനും അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് രോഹനൊരു കോൾ വന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത അവൻ്റെ മുഖം വിളറി. ഡീൻ ആൻ്റണി. രോഹൻ മുഴുമിച്ചില്ല. രോഹൻ്റെ ശബ്ദം ഭീതി കൊണ്ട് വിറച്ചു. ജ്യോതിയും ഐസക് സ്റ്റീഫനും പരസ്പരം നോക്കി. പ്രദീപ് പെട്ടെന്ന് ഫോൺ വാങ്ങി. ഹലോ ഹലോ, ഇത് പനാജിയിലെ ചർച്ചിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. മറുവശത്തു നിന്ന് ഒരു പുരുഷ സ്വരം. നിങ്ങൾക്ക് ആരെയെ വേണ്ടത്? പ്രദീപ് ചോദിച്ചു. ഞാൻ ഡോക്ടർ ആഗ്സ്റ്റവാസ്. നദിക്കരയിൽ കിടന്ന ഒരാളെ മീൻപിടുത്തക്കാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ജീവൻ്റെ തുടിപ്പ് മാത്രമേ ഉള്ളൂ. അയാളുടെ പോക്കറ്റിൽ നിന്നാണ് ഈ ഫോൺ നമ്പർ കിട്ടിയത്. നിങ്ങൾ രോഹനാണോ? ഹോസ്പിറ്റലിൽ മരണാസന്നനായി കിടക്കുന്നത് ഡീൻ ആൻ്റണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രദീപ് ഗാവക്കറുടെ ഉള്ളിലൊരു മരവിപ്പുണ്ടായി. ഞാൻ രോഹനല്ല, ഫ്രണ്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇയാളെ അറിയാമല്ലോ. നിങ്ങൾ എത്രയും വേഗം വന്നാൽ ഇയാളെ ജീവനോടെ കാണാം. അരമണിക്കൂറിനുള്ളിൽ പ്രദീപും ഐസക് സ്റ്റീഫനും ചർച്ചിൽ ഹോസ്പിറ്റലിലെത്തി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കൃത്രിമ ശ്വാസം കൊടുത്ത് കിടത്തിയിരിക്കുന്ന ആളെ കണ്ട് ഇരുവരും ഞെട്ടി. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിടത്തിയിരിക്കുന്നത് പോലെ വെളുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. ആൻ്റണി, ആൻ്റണി, പ്രദീപ് വിളിച്ചു. പിന്നെ ദേഹത്ത് പിടിച്ചു കുലുക്കി. സ്പർശനം അനുഭവപ്പെടുന്നതായി പ്രദീപിന് തോന്നിയില്ല. ബോഡിക്ക് ചൂട് നൽകാനായി ഹീറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്ക് എടുത്താൽ പേഷ്യൻ്റ് മരിച്ചു പോകും, ഡോക്ടർ ആഗസ്റ്റ് വാസ് പറഞ്ഞു. ഡോക്ടറെ, ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ. 4 ദിവസം മുമ്പ് മിസ്സായതാണ് ഇവനെ. പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയ കാറ് നദിയിൽ നിന്നും കണ്ടെടുത്തു. ഡീൻ ആൻ്റണി ആരാണെന്ന് പ്രദീപ് ചുരുക്കി പറഞ്ഞു. 2 നേഴ്സുമാരും ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റും ഡീൻ ആൻ്റണിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കൂടെയുണ്ട്. ഇൻസ്പെക്ടർ അശോകനും പോലീസുകാരും വരുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ വിവരം കൊടുത്തിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ് ചർച്ചിൽ ഹോസ്പിറ്റൽ. പ്രദീപും ഐസക്കും വെളിയിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിന് മുകളിൽ മേഘങ്ങൾക്കിടയിൽ സൂര്യൻ വിളറി നിൽക്കുന്നു. ഏത് നിമിഷവും മഴ പെയ്യാം. കാറ്റ് വീശുന്നുണ്ട്. ഡീൻ ആൻ്റണിയെ നദിയിൽ താഴ്ത്തി കൊല്ലാനാണ് കൊലയാളി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന കാര്യവും അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ പ്രദീപേ? ഐസക് ചോദിച്ചു. പ്രദീപ് ചുറ്റും നോക്കി. ഹോസ്പിറ്റലിന് മുന്നിലേക്ക് കാറുകളും ആംബുലൻസുകളും വരികയും പോവുകയും ചെയ്യുന്നു. ഒരു നേഴ്സ് അയാളെ തിരിച്ചറിഞ്ഞതുപോലെ നോക്കി നിൽക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ നിരീക്ഷണത്തിൽ ആ കൊലയാളി നമ്മുടെ ഓരോ നീക്കങ്ങളും അറിയുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നത് പോലും അയാൾ കാണുന്നുണ്ടാവണം. പ്രദീപിൻ്റെ ഉള്ളിൽ ചഞ്ചലപ്പെട്ടു. ഐസക് സ്റ്റീഫൻ്റെ ഫോൺ റിംഗ് ചെയ്തു. ജ്യോതിയാ, വിവരങ്ങൾ അറിയാനായിട്ട് രോഹൻ വിളിപ്പിക്കുന്നതാ. ഫോണിൽ നോക്കിയിട്ട് സ്റ്റീഫൻ കോൾ അറ്റൻഡ് ചെയ്തു. അടുത്ത ദിവസം വൈകുന്നേരമാണ് ഡീൻ ആൻ്റണി കണ്ണു തുറന്നത്. ഡോക്ടർ അറിയിച്ചപ്പോൾ പ്രദീപ് ICUവിൽ ചെന്ന് കണ്ടു. ആൻ്റണി. ഡീൻ ആൻ്റണി മുഖം തിരിക്കുകയോ അയാളെ നോക്കുകയോ ചെയ്തില്ല. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ പ്രദീപാടാ. പ്രദീപ് അയാളെ സാവധാനം കുലുക്കി വിളിച്ചു. കണ്ണു തുറന്ന് കിടക്കുന്ന ശവം പോലെയാണ് ഡീൻ ആൻ്റണി. ഡോക്ടറെ, പ്രദീപിൻ്റെ സ്വരം പതറി. ബ്രെയിനിൻ്റെ പ്രവർത്തനം നോർമലായിട്ടില്ല. കണ്ണു തുറന്നല്ലോ. ഓരോ സെൻസുകളുടെയും പ്രവർത്തനം പതുക്കെ ശരിയാവുകയുള്ളൂ, ഡോക്ടർ ആഗസ്റ്റ് വാസ് പറഞ്ഞു. പ്രദീപ് കൂടെ ഉണ്ടാവണം. സുഹൃത്തുക്കളുടെ ശബ്ദം വേഗം തിരിച്ചറിയും. ഞങ്ങളിവിടെയുണ്ട് ഡോക്ടർ. ഇവൻ സുഖമായിട്ടേ ഞാനിവിടെ നിന്ന് പോകുന്നുള്ളൂ, പ്രദീപ് പറഞ്ഞു. ഇൻസ്പെക്ടർ അശോകനിൽ നിന്നും വിവരമറിഞ്ഞ് രാജീവ് മേനോൻ ചർച്ചിൽ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ ആഗസ്റ്റ് വാസിന് മേനോനെ അറിയാമായിരുന്നു. ICUവിൽ കയറി ഡീൻ ആൻ്റണിയെ കാണാൻ രാജീവ് മേനോന് സൗകര്യം കിട്ടി. ആസിഡ് കുപ്പി കാണിച്ച് മനീഷയെ ഭീഷണിപ്പെടുത്തിയ യുവാവിൻ്റെ ദയനീയമായ കിടപ്പ് മേനോൻ കണ്ടു. തിരിച്ചിറങ്ങി ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ പ്രദീപും ജ്യോതിയും എതിരെ വന്നു. പ്രദീപ് കടന്നുപോയെങ്കിലും ജ്യോതി മുന്നിൽ നിന്നു. രാജീവ് മേനോന് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവൾ തുടക്കമിട്ടു. എൻ്റെ മോനെ കിടത്തിയതുപോലെ അവൻ്റെ കൂട്ടുകാരനെ കിടത്തി അല്ലേ? മേനോൻ അവരെ അവഗണിച്ച് പോകാൻ ശ്രമിച്ചു. ജ്യോതി വിട്ടില്ല. നിങ്ങളുടെ ആ കൂലിക്കൊലയാളി ആരാണെന്ന രഹസ്യം ഡീൻ ആൻ്റണി പുറത്തുവിട്ടോന്ന് അറിയാനല്ലേ ഇവിടെ കറങ്ങി നടക്കുന്നത്? അവൾ മേനോനോട് ചോദിച്ചു. ഓർത്തോ, ആൻ്റണിക്ക് ബോധം വരുന്നതുവരെ അവന് ആയുസുള്ളൂ. ജ്യോതി, ഇത്രയായിട്ടും ഇവന്മാർ കുറ്റവാളികളാണെന്ന് നീ തിരിച്ചറിയാത്തതാണ് എനിക്ക് മനസ്സിലാകാത്തത്, രാജീവ് മേനോൻ അസഹിഷ്ണുതയോടെ പറഞ്ഞു. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കൊടുംപാതകം ചെയ്തതുകൊണ്ടായിരിക്കണം ഇവരെ കൊല്ലാൻ അവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഏത് നിമിഷവും പോലീസ് പിടിക്കുമെന്നും ഒരു വെടിയുണ്ടയിൽ ജീവിതം തീരുമെന്നും ഉറപ്പായിട്ടും അവൻ പ്രതികാരം ചെയ്യുന്നത് എന്തിനാ? അവന് ഭ്രാന്താ. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല. അവൻ്റെ ഫ്രണ്ട്സ് അന്തസ്സുള്ള ഫാമിലിയിൽ നിന്നും വന്നവരാ. മേനോൻ്റെ മുഖത്തൊരു പരിഹാസ ചിരിയുണ്ടായി. രാജവെമ്പാലയുടെ മകൻ ചിത്രശലഭമാകുമോ ജ്യോതി? നീ കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ഇത് അവസാനിക്കുകയില്ല. അവൻ എല്ലാവരെയും കൊല്ലും. മരിക്കാൻ തയ്യാറായി ഇരുന്നോളാൻ നീ അവരോട് പറഞ്ഞേക്ക്. താക്കീത് കൊടുത്തിട്ട് മേനോൻ നടന്നുപോയി. രാത്രിയിൽ കാസിനോയിൽ വെച്ച് രാജീവ് മേനോൻ മനീഷയെ കണ്ടു. നിന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ മരിക്കാനായി കിടക്കുകയാണ്, അയാൾ സംഭവം പറഞ്ഞു. എങ്ങനെയുണ്ട് സാർ അയാൾക്ക്? മനീഷ തിരക്കി. വെരി ക്രിട്ടിക്കൽ. അതിരിക്കട്ടെ, ആ കൊലയാളി പിന്നീട് അവിടെ വന്നോ? ഇല്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല. പോലീസ് എല്ലായിടത്തും വല വിരിച്ചിരിക്കുകയാണല്ലോ. പക്ഷേ അയാൾ മണ്ടനല്ല, മനീഷ പറഞ്ഞു. മേനോൻ ഒരു റെമി മാർട്ടിൻ സിപ്പ് ചെയ്തുകൊണ്ട് 10,000 രൂപയുടെ ടോക്കണുകൾ 17-ാം നമ്പറിൽ വെച്ച് കളി തുടങ്ങി. റൂളറ്റ് കറങ്ങി. 8ാമത്തെ ദിവസമാണ് ഡീൻ ആൻ്റണിക്ക് സംസാരിക്കാനും ആളുകളെ തിരിച്ചറിയാനും കഴിഞ്ഞത്. അയാൾ പ്രദീപിനെ നോക്കി ചുണ്ടുകൾ ചലിപ്പിച്ചു. അതേടാ, ഞാൻ തന്നെയാ. പ്രദീപ് സന്തോഷത്തോടെ അയാളുടെ കയ്യിൽ പിടിച്ചു. നിന്റെ ഈ ശബ്ദം കേൾക്കാനായി എത്ര ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? ഡീൻ ആൻ്റണി തലയനക്കാതെ കണ്ണുകൾ തിരിച്ച് ജ്യോതിയെയും സ്റ്റീഫനെയും നോക്കി. മമ്മി, സ്റ്റീഫനെങ്കിൽ അവർക്ക് സന്തോഷമായി. ഡോക്ടർ ആഗസ്റ്റ് വാസ് തൻ്റെ ശ്രമം വിജയിച്ചതിൽ സന്തുഷ്ടനായിരുന്നു. അവൻ എവിടെയാ? ആൻ്റണിയുടെ കണ്ണുകൾ ഭീതിയുടെ ചുറ്റും പരതി. ആരാ? കൊലയാളിയെ പറ്റിയാണ് ഡീൻ ആൻ്റണി പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രദീപ് ചോദിച്ചു. അയാൾ എന്തോ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ പറഞ്ഞു. മഴ, ബ്രിഡ്ജ്, നദി. ഞാൻ മരിച്ചുപോയി. മിനിറ്റുകളെടുത്താണ് അയാൾ അത്രയും പറഞ്ഞത്. കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു. ആൻ്റണി, പ്രദീപ് അയാളുടെ ചുമലിൽ പിടിച്ചു.
2 ദിവസം കഴിഞ്ഞപ്പോൾ ഡീൻ ആന്റണിയെ ചർച്ചിൽ ഹോസ്പിറ്റലിൽ നിന്ന് രോഹനെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഡോക്ടർ അവനെ പഴയ ആളാക്കി മാറ്റിയെടുക്കാമെന്ന് ഉറപ്പു നൽകി. രോഹൻ്റെ കോട്ടേജിൽ നിന്ന് 5ാമത്തേതാണ് ഡീൻ ആന്റണിയുടേത്. ദിവസവും കുടുംബത്തേച്ച് തിരുമ്മലും നസ്യവും വസ്തിയും സ്റ്റീം ബാത്തുമുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഡീൻ ആന്റണി ചികിത്സയോട് സഹകരിച്ചു. എല്ലാ ദിവസവും ഇൻസ്പെക്ടർ അശോകൻ അവിടെ എത്തി അയാളെ കാണുന്നുണ്ടായിരുന്നു. 22ാം ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബെഡിൽ ചാരി കിടക്കുമ്പോൾ ഡീൻ ആന്റണി പ്രദീപിൻ്റെ കയ്യിൽ പിടിച്ചു. കോട്ടേജിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താടാ? പ്രദീപ് തിരക്കി. എന്തെങ്കിലും വേണോ നിനക്ക്? ഒന്നും വേണ്ടെന്ന് അയാൾ തലയിളക്കി. അവൻ എന്നോട് സംസാരിച്ചു. നമ്മളെയൊക്കെ കൊല്ലാനുള്ള കാരണവും അവൻ പറഞ്ഞു. ശ്വാസം നിലച്ചതുപോലെ പ്രദീപ് അയാളെ നോക്കി. എന്താ അവൻ പറഞ്ഞത്? 2 വർഷം മുമ്പ് ഡൽഹിയിൽ നടന്ന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഓർക്കുന്നില്ലേ നീ? ഡീൻ ആന്റണി സാവധാനം പറഞ്ഞു. ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന സ്കൂൾ ടീമും അതിലുണ്ടായിരുന്നു. ആ, ഞാൻ ഓർക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളായിരുന്നു അത്. പ്രദീപ് ഓർത്തു. അത് തന്നെ. അത് മറക്കാൻ പറ്റുമോ? മിസ് ടീൻ ഡൽഹിയായി തിരഞ്ഞെടുത്തവളായി ഉണ്ടായിരുന്നല്ലോ അതിൽ. അവളുടെ പേര് പോലും ഇപ്പോഴും നാവിൻ തുമ്പിൽ തേൻ പോലെ മദ്രിക്കുന്നുണ്ട്. ഹണി റോസ്. പ്രദീപിൻ്റെ മുഖം തെളിഞ്ഞു. ഒരു രാത്രി മുഴുവൻ അവൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളന്ന് എൻജിനീയറിംഗ് അവസാന വർഷമായിരുന്നു. ആ സിസ്റ്റേഴ്സിൻ്റെ സ്കൂൾ ടീമിൽ മിസ് ടീൻ ഉണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത് രോഹനാണ്. ഹണിയെ കണ്ടപ്പോൾ എല്ലാവർക്കും മോഹമായി. ഡീൻ മന്ത്രിച്ചു. അവളെ നിർഭനാണ് ഹോട്ടൽ ബോയിയുടെ വേഷത്തിൽ ചെന്ന് റിഹേഴ്സൽ ക്യാമ്പിലേക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. രോഹനാണ് കാർ ഓടിച്ചത്. പ്രദീപ് വീണ്ടും ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. നമ്മൾ കർവോസിയർ ബ്രാൻഡി അടിച്ച് കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഹണിറോസിനെ ഹോട്ടലിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കിവിട്ടത്. 3-ാം നാൾ അവൾ ട്രെയിനിന് തലവെച്ച് മരിച്ചു എന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു. ഹണിറോസിനെ ഹോട്ടൽ ജോലിക്കാരൻ്റെ വേഷത്തിൽ പിടിച്ചുകൊണ്ടുപോയതിനാ അവൻ അതേ വേഷത്തിൽ വന്ന് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഡീൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പ്രദീപ് ഭീതിയോടെ അവനെ നോക്കി. കൊടുമഴയത്ത് മണ്ടോവി ബ്രിഡ്ജിന് മുകളിൽ കാറ് നിർത്തി അവനെന്നെ ഡിക്കിയിൽ നിന്ന് വലിച്ച് പുറത്തിട്ടു. ഡീൻ ഫ്ലാസ്കിലിരിക്കുന്ന വെള്ളമെടുത്ത് കുടിച്ചു. അവനാരാ? പ്രദീപിന് ഉത്കണ്ഠയായി. അതവൻ പറഞ്ഞില്ല. എന്നെ കൊന്ന് താഴെ കിടാതിരിക്കണമെങ്കിൽ പാലത്തിൽ നിന്ന് ചാടിക്കോളാൻ പറഞ്ഞ് അവൻ തോക്ക് ചൂണ്ടി. പ്രതീക്ഷയൊന്നുമില്ലാതെ ഞാൻ മണ്ടോവി നദിയിലേക്ക് ചാടി. ആഴത്തിലെ ചെളിയിലേക്ക് താണുപോയി. ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ എന്നെ കൊല്ലും. നമ്മളെ മുഴുവനും കൊല്ലും. ഡീൻ ആന്റണിയുടെ സ്വരം ദുർബലമായി. പ്രദീപ് ഗവാക്കർ കാര്യങ്ങൾ രോഹനെ ധരിപ്പിച്ചു. എനിക്കും ഡീൻ ആന്റണിക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ ഡൽഹിയിലേക്ക് ചെല്ല്. ഹണിയുടെ അമ്മയെ കണ്ടുപിടിച്ചാൽ ആരാണെന്നറിയാം. ചുമ്മാ ചോദിച്ചാൽ പോരാ, 2 കൈയും തല്ലി ഓടിക്കണം. അതെനിക്കറിയാം. ഞാൻ നാളെ തന്നെ പുറപ്പെടാം. കിങ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് അയാൾ ഡൽഹിയിലേക്ക് പോയത്. തൊട്ടടുത്ത കോട്ടേജുകളായിരുന്നിട്ടും നേരിൽ കാണാൻ പറ്റാതെ പ്രദീപും ഡീൻ ആന്റണിയും ഫോണിൽ ചർച്ചകൾ നടത്തി. 3-ാം ദിവസം പ്രദീപ് രോഹൻ്റെ മൊബൈലിൽ വിളിച്ചു. അവളുടെ വീട് കണ്ടുപിടിച്ചോ? ആ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വീഡിയോയിൽ പ്രദീപ് കണ്ടു. അവളുടെ അമ്മയെ കണ്ടോ? ആ സ്ത്രീ മരിച്ചു. അവർക്ക് മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹണിറോസ് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞ് അവർ തൂങ്ങിച്ചത്തു. ഭിത്തികൾ തകർന്നു കിടക്കുന്ന തകര ഷെഡ് ഫോണിൽ കാണിച്ചു. ഇതാ അവളുടെ വീട്. ആരും അവകാശികളില്ല. പിന്നെ അവനാരാ? രോഹൻ ചോദിച്ചു. അശോകൻ പറഞ്ഞത് കേട്ട് രാജീവ് മേനോൻ ആശ്ചര്യപ്പെട്ടു. ഡൽഹിയിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, ഇൻസ്പെക്ടർ അംജദ് ഖാൻ. പ്രദീപ് ഗവാക്കർ ഹണിറോസിനെയും അമ്മയെയും അന്വേഷിക്കുന്നതിനെപ്പറ്റി ഖാന് അറിവ് കിട്ടി. കൊക്കോ ബീച്ചിലെ ഓപ്പൺ എയർ ബാറിലായിരുന്നു അശോകനും മേനോനും. ഡേവിസ് വെളിയിൽ കാറിൽ ചാരി നിൽക്കുന്നു. 2 ദിവസം മുമ്പ് ഹണിറോസ് റേപ്പ് കേസ് അന്വേഷിച്ചത് ഖാനാണ്. പക്ഷേ അയാൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. മുകളിൽ നിന്ന് ശക്തമായ പ്രഷർ ഉണ്ടായിരുന്നു. അതിൽ നിരാശയായിരുന്നു അംജത്ത്. അതുകൊണ്ടാണ് അയാൾ പ്രദീപിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചത്. അശോകൻ ഒറ്റവലിക്ക് ഗ്ലാസ് കാലിയാക്കി. അപ്പോൾ ആ കേസിലെ പ്രതികൾ പ്രദീപ് ഗവാക്കറും മോഹനും ഡീൻ ആന്റണിയുമാണ് അല്ലേ? മേനോൻ ചോദിച്ചു. അതെ സാർ. മറ്റു 2 പേരും കൂടിയുണ്ട്. അവരുടെ പേരുകൾ ഖാൻ മറന്നുപോയി. മൊത്തം 5 പ്രതികളാണ്. 4-മത്തവൻ നിർഭൻ. അവൻ വെടിയേറ്റു മരിച്ചു. 5-മൻ ആരാണ്? മേനോൻ സ്വയം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അശോക്. കൊലയാളി ഇവരെ തെരഞ്ഞുപിടിച്ച് കൊല്ലണമെങ്കിൽ അതിന് തക്ക കാരണമുണ്ടെന്ന്. ഇൻസ്പെക്ടർ അശോകൻ തലകുലുക്കി. താഴെ കടൽ ഇളകിക്കൊണ്ടിരുന്നു. സമയം 4 മണി. അക്കോട്ട് ഫോർട്ട് കണ്ട് തിരിച്ചു വരുന്ന ടൂറിസ്റ്റുകളുടെ ബോട്ടുകൾ വേഗത കുറഞ്ഞ് കരയിലേക്ക് വരുന്നത് രാജീവ് മേനോൻ കണ്ടു. അയാൾ ഇൻസ്പെക്ടറുടെ നേരെ മുഖം തിരിച്ചു. പ്രദീപ് ഗവാക്കർ തിരിച്ചു വന്നോ അശോക? ഇല്ല. അവൻ ഡൽഹിയിൽ സ്റ്റേ ചെയ്ത് അന്വേഷിക്കുകയാണ്. കമ്മീഷണർ വിവരമറിഞ്ഞോ? ഇല്ല. ഇപ്പോൾ നമ്മൾ 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് കമ്മീഷണർക്ക് വിവരം നൽകണം. അശോകൻ എഴുന്നേറ്റു. 2 ദിവസം കഴിഞ്ഞാണ് പ്രദീപ് വാസ്കോ എയർപോർട്ടിൽ ഇറങ്ങിയത്. ഐസക് സ്റ്റീഫൻ കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ കേസ് അതോടെ തീർന്നെന്നാണ് കരുതിയത്. എത്ര പണം മുടക്കിയതാ? രോഹൻ കേസിലുള്ള കാര്യം രാജീവ് മേനോനെ അറിയിച്ചിട്ടില്ല. യാത്രക്കിടയിൽ സ്റ്റീഫൻ പറഞ്ഞു. അവർ കോട്ടേജിലെത്തിയപ്പോൾ രോഹനോടൊപ്പം ജ്യോതിയും ഉണ്ടായിരുന്നു. ആ പെണ്ണ് മരിച്ചതോടെ കേസിൻ്റെ സാക്ഷിയില്ലാതായി.
അമ്മയും മരിച്ചു. പിന്നെ സഹോദരനോ ബന്ധുക്കളോ ഉണ്ടോ? ജ്യോതി പ്രദീപിനോട് ചോദിച്ചു. അങ്ങനെ ആരും ഇല്ല മമ്മി, പ്രദീപ് പറഞ്ഞു. എന്നാൽ ഹണിറോസിൻ്റെ കാമുകനായിരിക്കും. ഹണിറോസിന് കാമുകനുമില്ല. ഞാൻ അവളുടെ ഫ്രണ്ട്സിനോട് മുഴുവൻ അന്വേഷിച്ചു. കൊലയാളിയുടെ ഫോട്ടോ കാണിച്ചു. അവരാരും അവനെ കണ്ടിട്ടില്ല. പിന്നെ ആരാണ് ആ കൊലയാളി? ജ്യോതി ചോദിച്ചു. അവനെ തളച്ചില്ലെങ്കിൽ നിങ്ങളെയും കൊല്ലും. എന്താ സംശയമുണ്ടോ? അവൾ രോഹനെയും പ്രദീപിനെയും നോക്കി. ജ്യോതി പറഞ്ഞത് സത്യമാ, ഐസക് അഭിപ്രായപ്പെട്ടു. രോഹനും ഡീൻ ആന്റണിയും ഒരു തവണ തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്ത ഇര പ്രദീപാണ്. പ്രദീപ് ഒന്ന് നടുങ്ങി. ഹണിറോസിനെ കുറിച്ചാണ് കൊലയാളി ഡീൻ ആന്റണിയോട് ബ്രിഡ്ജിന് മുകളിൽ വെച്ച് സംസാരിച്ചത്. അതുകൊണ്ട് അവൻ അവളുടെ ആരെങ്കിലുമാണെന്ന് ഉറപ്പാ, പ്രദീപ് പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാ, ഐസക് എല്ലാവരെയും നോക്കി. നിങ്ങളെ എല്ലാവരെയും അവനറിയാം. നമ്മുടെ ശക്തിയും സ്വാധീനവും ഒന്നും അവനൊരു പുല്ലുമല്ല. പ്രദീപ് വല്ലാമയോടെ നിന്നു. രാജീവ് മേനോന് ഇതിലെന്തെങ്കിലും കൈയുണ്ടോ എന്ന് ആണ് എൻ്റെ സംശയം, ഐസക് പറഞ്ഞു. പ്രദീപും ജ്യോതിയും അയാളെ നോക്കി. വൈകിട്ട് ഓഫീസിൽ വെച്ചാണ് ഇൻസ്പെക്ടർ അശോകൻ കമ്മീഷണറോട് സംസാരിച്ചത്. പ്രണാബ് ഗവാക്കർ ക്ഷമയോടെ കേട്ടിരുന്നു. എൻ്റെ മകനെപ്പറ്റി എന്തൊക്കെയോ അശോക പുറത്തു വരുന്നത്, അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു. ഡൽഹിയിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. പണവും സ്വാധീനവും ഉപയോഗിച്ച് തുടക്കത്തിലെ അവരത് ഒതുക്കി സാറേ. ഇന്ത്യ മഹാരാജ്യത്തിൽ നിർധനരായ ഒരു അമ്മയും മകളും ആത്മഹത്യ ചെയ്തത് വാർത്തയല്ലല്ലോ. ആ കേസിലെ 5ാമത്തെ പ്രതി ആരാ അശോക? അയാൾ കൊല്ലപ്പെട്ടോ? എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് സാറിനെ അറിയിച്ചത്. കമ്മീഷണർ ഒരു നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ ചോദിച്ചു. അശോക, രാജീവ് മേനോന്റെ സംരക്ഷണയിലാണോ ആ കൊലയാളി? ശക്തനായ ഒരാളുടെ പിന്തുണയില്ലാതെ ഗോവയിൽ അയാൾക്ക് മറഞ്ഞിരിക്കാൻ കഴിയുമോ? ഇല്ല സാർ, രാജീവ് മേനോന് അങ്ങനെ ഒരു ബന്ധമില്ല. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് അശോകൻ യാത്ര പറഞ്ഞിറങ്ങി. ഉടനെ തന്നെ പ്രണാബ് ഗവാക്കർ മൊബൈൽ ഫോണിൽ മകനെ വിളിച്ചു. അധികം ബെല്ലടിക്കാതെ പ്രദീപ് ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താ ഡാഡി? പ്രദീപേ, നീ എവിടെയാ? ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഡാഡി. എടാ, ഹണിറോസ് റേപ്പ് കേസിലെ 5ാം പ്രതി ജീവിച്ചിരിപ്പുണ്ടോ? 4-5 നിമിഷങ്ങളുടെ നിശബ്ദത. പിന്നെ മറുപടി ഉണ്ടായി. അതിനെപ്പറ്റി ഡാഡി എങ്ങനെയാണ് അറിഞ്ഞത്? അതെൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയല്ല. പ്രണാബ് ഗവാക്കറുടെ ശബ്ദം ഗൗരവത്തിലായി. അങ്ങനെ ഒരാളില്ല. പ്രദീപ് ഫോൺ കട്ട് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് മധ്യാഹ്നത്തിൽ ഡീൻ ആന്റണി നഴ്സിൻ്റെ സഹായത്തോടെ എഴുന്നേറ്റിരുന്നു. ഐസക് സ്റ്റീഫനും അടുത്തുണ്ട്. വിജയഭാവത്തിൽ ആന്റണി അയാളെ നോക്കി ചിരിച്ചു. സ്റ്റീഫൻ്റെ ചുമലിൽ പിടിച്ച് അയാൾ വരാന്തയിലൂടെ 2 ചുവട് നടന്നു. ഞാൻ പഴയ ആളാകും അല്ലേ അങ്കിൾ? അവൻ ചോദിച്ചു. സ്റ്റീഫൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ രാജീവ് മേനോന്റെ കാർ മരങ്ങൾക്കിടയിലൂടെ വരുന്നത് കണ്ടു. കാർ നിർത്തി ഡേവിഡ് ഇറങ്ങി ഡോർ തുറന്നു കൊടുത്തു. രാജീവ് മേനോനല്ലേ അത്? ഡീൻ ആന്റണി ചോദിച്ചു. അയാളെന്തിനാ ഇവിടെ വന്നത്? ഡീൻ രോഷത്തോട് ചോദിച്ചു. ഓർക്കാപ്പുറത്ത് രാജീവ് മേനോൻ മുറിയിലേക്ക് വന്നപ്പോൾ രോഹൻ തെല്ലെ പരിഭ്രമിച്ചു. ബോട്ടിൽ വെച്ച് ഡേവിഡും മേനോനും ചേർന്ന് തന്നെ ഇടിച്ചു പിഴിഞ്ഞ ഓർമ്മ വന്നു. ബെഡിൽ ചാരി ഇരിക്കുകയായിരുന്ന രോഹൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഹണിറോസിൻ്റെ കൊലയാളികളെയാണ് അവൻ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നത് അല്ലേടാ? മേനോൻ രോഹൻ്റെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. ഇതെങ്ങനെ പുറത്തായി എന്ന അമ്പരപ്പ് അവനിലുണ്ടായി. ഇനി നീ എവിടെ പോയി ഒളിക്കും? രോഹന് മിണ്ടാൻ കഴിഞ്ഞില്ല. ഹണിറോസ് നിങ്ങളുടെ മകളാണോ? ജ്യോതി മുറിയിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടല്ലേ കൂലി കൊലയാളിയെ കൊണ്ട് നിങ്ങളിവിടെ കൊല്ലുന്നത്? രാജീവ് അവളെ നോക്കി. ജ്യോതി, ഇനിയും നീ നന്നായില്ലെങ്കിൽ നിന്റെ മകനെ എങ്ങനെ നന്നാക്കും? ഈ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന നീ കാറ്റാണ് വിതയ്ക്കുന്നത്. കൊടുങ്കാറ്റ് കൊയ്യാൻ നീ തയ്യാറായിരുന്നോ? ജ്യോതി എന്തോ പറയാൻ തുനിഞ്ഞപ്പോൾ വാതിക്കലൊരു ശബ്ദം കേട്ടു. ഹലോ. ഇരുവരും തിരിഞ്ഞു നോക്കി. സുഖനായ അടുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അയാളെ കണ്ട് രോഹൻ്റെ മുഖം തെളിഞ്ഞു. ജോൺ മിറാൻഡ. ജ്യോതിയും സന്തോഷത്തോടെ അയാളെ സ്വീകരിച്ചു. മേനോനെ അയാളെ മനസ്സിലായി. ഗോവ ചീഫ് മിനിസ്റ്റർ വിൻസെൻ്റ് മിറാൻഡയുടെ മകൻ ജോൺ മിറാൻഡ. പിന്നാലെ പ്രദീപ് ഗവാക്കറും കടന്നു വന്നു. ഹൗ ആർ യു സാർ? ജോൺ മിറാൻഡ രാജീവ് മേനോൻ്റെ കൈപിടിച്ച് കുലുക്കി. സാറിൻ്റെ ഫ്ലൈറ്റിലാണ് ഞാൻ വന്നത്. വെരി ഗുഡ് എയർക്രാഫ്റ്റ്, നൈസ് സർവീസ്. ജോൺ മിറാൻഡ മേനോനെ അഭിനന്ദിച്ചു. ഞാനൊരു ബിസിനസ് ഡീലുമായി യൂറോപ്പിലായിരുന്നു. ഇവിടെ നടന്നതൊന്നും ഇവരെന്നെ അറിയിച്ചില്ല. ഇനി ഞാൻ നോക്കിക്കൊള്ളാം. ഹണിറോസ് കേസിലെ 5ാമനാണെന്ന് മേനോൻ ഉറപ്പായി. അവർ 5 പേര് ഒന്നിച്ചാണ് ഡൽഹിയിൽ പഠിച്ചത്. രാവിലെ നടാഷയുടെ കൂടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന മനീഷ കണ്ടത് രാജീവ് മേനോൻ്റെ കാർ മുറ്റത്ത് കിടക്കുന്നതാണ്. അവൾ ആശ്ചര്യപ്പെട്ടു. കാറിനടുത്ത് മേനോൻ കാത്തു നിൽക്കുന്നു. സാർ, അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്നു. ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണല്ലേ? നന്നായി. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. രാജീവ് മേനോൻ ഇരുവരെയും നോക്കി. എന്താ സാർ? മനീഷയ്ക്ക് ഉത്കണ്ഠയായി. നിന്റെ കൂട്ടുകാരിയെ കിങ് ബാങ്കിൻ്റെ ബോംബെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നു. നടാഷ ഞെട്ടിപ്പോയി. ബാങ്കിൻ്റെ ചെയർമാൻ നേരിട്ട് വന്ന് തന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു സാർ. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, മനീഷ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? മേനോൻ മനീഷയെ നോക്കി ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. അടുത്ത ആഴ്ച തന്നെ ജോയിൻ ചെയ്തോളൂ, മേനോൻ നടാഷയോട് പറഞ്ഞു. താങ്ക് യു സാർ. നടാഷയുടെ സ്വരം വിറച്ചു. വലിയ കണ്ണുകൾ നിറഞ്ഞു. സാർ, അകത്തേക്ക് വാ. ഞാൻ നല്ലൊരു കാപ്പി ഉണ്ടാക്കി തരാം, മനീഷ ക്ഷണിച്ചു. താങ്ക് യു മനീഷ. നിന്റെ കാപ്പി കുടിക്കണമെന്നുണ്ട്, പക്ഷേ അല്പം തിരക്കിലാണ്.
എനിക്കുടനെ എയർപോർട്ടിലെത്തണം. കാപ്പി പിന്നെ കുടിക്കാം. പോട്ടെ. അയാൾ കാറിൽ കയറി പോകുന്നത് അവർ നോക്കി നിന്നു. ബംഗ്ലാവിലേക്ക് പ്രവേശിച്ചപ്പോൾ നടാഷ മനീഷയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താടി, എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ജോലി നീ വാങ്ങിത്തന്നില്ലേ? സന്തോഷം കൊണ്ട് കരഞ്ഞതാ. ഇനി എനിക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ തുണിയഴിക്കണ്ടല്ലോ. നടാഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനീഷ അവളുടെ കണ്ണുകൾ തുടച്ചു. നിന്നും മോങ്ങാതെ ചിരിക്കടി. അപ്പോൾ വാതിൽക്കൽ ഷൂസുകളുടെ മുഴക്കം കേട്ടു. കമ്പനി എക്സിക്യൂട്ടീവുകളെ പോലെ കോട്ടും സ്യൂട്ടും ധരിച്ച മൂന്നാളുകൾ വാതിൽ കടന്നു വരുന്നത് അവർ കണ്ടു. വെളുത്ത കൂർത്ത ധരിച്ച സുമുഖനായ ചെറുപ്പക്കാരനാണ് മുന്നിൽ. ഇവളാണ് മനീഷ. മനീഷയെ ചൂണ്ടി ഒരാൾ പറഞ്ഞു. ചെറുപ്പക്കാരൻ മനീഷയെ മുന്നിലെത്തി സൗമ്യമായി പുഞ്ചിരിച്ചു. അവൾ അയാളെ പകച്ചു നോക്കി. അവരെ ആരെയും മുമ്പ് കണ്ടിട്ടില്ല. വിൻസെന്റ് മിറാൻഡയെ അറിയാമോ നിനക്ക്? അവളുടെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി അയാൾ. ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ, അവൾ മന്ത്രിച്ചു. കറക്റ്റ്, അയാൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ, ജോൺ മിറാൻഡ. തന്നെ പിടിച്ചു നിന്ന നടാഷയുടെ കൈവിറയ്ക്കുന്നത് മനീഷ കണ്ടു. നിന്റെ സുഹൃത്ത് കൊന്നത് എൻ്റെ ചങ്കായ നിർഭനയാണ്. റോഹനും ഡീൻ ആൻ്റണിക്കും സംഭവിച്ചത് നിനക്കറിയാം. അവൻ്റെ തോക്കിന് മുന്നിലാണ് പ്രദീപ് ഗവാക്കറും ഞാനും. കൊല്ലണോ നിനക്കെന്നെ? ഇരുമ്പ് കടിച്ചിട്ട് പൊട്ടിക്കുന്നത് പോലെയാണ് അയാൾ സംസാരിച്ചത്. സാർ, എനിക്കൊന്നും അറിയില്ല. അയാൾ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു. അവൻ ആരാണ്? എവിടെയാണ്? അത്രയും അറിഞ്ഞാൽ മതി എനിക്ക്. അത് പറയാൻ വേണ്ടി മാത്രം വായ തുറന്നാൽ മതി നീ. മനീഷ അയാളെ പകച്ചു നോക്കി. വാസ്കോ എയർപോർട്ടിലേക്ക് കാർ പായിക്കുകയായിരുന്നു. അപ്പോൾ രാജീവ് മേനോൻ. ദിലീപ് കമ്പനി നിർമ്മിക്കുന്ന പാലത്തിനടിയിലൂടെ പോയപ്പോൾ ഇൻസ്പെക്ടർ അശോകൻ്റെ ഫോൺ വന്നു. എന്താ ശോക? സാറേ, മനീഷ അപകടത്തിലാണ്. ജീവഹാനി പോലും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. അശോകൻ്റെ പരിഭ്രാന്തമായ ശബ്ദം. കാർ ശബ്ദത്തോടെ നിന്നു. അശോകൻ്റെ വാക്കുകൾ രാജീവ് മേനോൻ്റെ കാതുകളിൽ വീണു. ലേറ്റായിട്ടാണ് സാർ എനിക്ക് വിവരം കിട്ടിയത്. ജോൺ മിറാൻഡയും സംഘവും ഇപ്പോൾ മനീഷയുടെ വീട്ടിലുണ്ട്. ചീഫ് മിനിസ്റ്ററുടെ അറിവോടെയാണോ അശോക ഇതെല്ലാം? എനിക്കറിയില്ല സാറേ. ഇപ്പോഴെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കുട്ടിയെ പിന്നെ ജീവനോടെ പ്രതീക്ഷിക്കേണ്ട. വിൻസെൻ്റ് മിറാൻഡയ്ക്ക് താഴെയുള്ള ആർക്കും ജോൺ മിറാൻഡയെ തടയാൻ പറ്റില്ല. കോൾ കട്ട് ചെയ്തിട്ട് രാജീവ് മേനോൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ നമ്പർ ഡയൽ ചെയ്തു. വിൻസെൻ്റ് മിറാൻഡയുടെ ശബ്ദം പെട്ടെന്ന് കാതിലെത്തി. ഹലോ മിസ്റ്റർ രാജീവ് മേനോൻ, ഹൗ ആർ യു? നിങ്ങളിപ്പോഴും ഗോവയിലുണ്ടോ? സാർ ഓഫീസിലാണോ? അതെ, ഞാനൊരു അർജൻറ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. സാർ, എനിക്കൊരു 5 നിമിഷം വേണം. ഒരു ഹെൽപ്പ്, വെരി സീരിയസ്. എന്താ മോനെ, പറയൂ. ജോൺ മിറാൻഡ എൻ്റെ ഒരു കുട്ടിയെ വധിക്കാൻ തുടങ്ങുകയാണ്. അവളുടെ ജീവൻ നഷ്ടപ്പെടരുത് സാർ. മേനോൻ എന്താണീ പറയുന്നത്? വിൻസെൻ്റ് മിറാൻഡ നടുങ്ങി. സാർ, എൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയാ മനീഷ. സാറിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ മകനെ വിളിച്ചിട്ട് അവളെ തുടരുതെന്ന് പറയണം. ഞാനിതാ എത്തിക്കഴിഞ്ഞു. കോൾ കട്ട് ചെയ്തിട്ട് വിൻസെൻ്റ് മിറാൻഡ മകനെ വിളിച്ചു. ഏതാനും സെക്കൻഡുകൾക്കകം ജോൺ മിറാൻഡ ഫോൺ എടുത്തു. യെസ് ഡാഡി, നീ മനീഷയുടെ വീട്ടിലാണോ? ജോൺ മറുപടി പറയാതെ തൻ്റെ മുന്നിൽ ധൈര്യം സംഭവിച്ചു നിൽക്കുന്ന മനീഷയെ നോക്കി. പിന്നെ പുറകിൽ നിൽക്കുന്ന കോട്ടും സ്യൂട്ടും ധരിച്ച കൊലയാളികളെയും. ജോൺ ഒന്ന് വിരലിനൊടിച്ചാൽ മനീഷയെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. മകൻ്റെ നിശബ്ദതയിൽ നിന്ന് വിൻസെൻ്റ് മിറാൻഡ കാര്യം ഗ്രഹിച്ചു. നീ ആ കുട്ടിയെ വിട്ടിട്ട് വേഗം തിരിച്ചു പോ. അവൾക്കൊന്നും സംഭവിക്കരുത്, അദ്ദേഹം നിർദ്ദേശിച്ചു. ഡാഡി, ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ജോൺ, ഡു വാട്ട് ഐ സെഡ്. അത് ചീഫ് മിനിസ്റ്ററുടെ കൽപ്പനയായിരുന്നു. ആ വാക്കുകളിൽ താക്കീത് മനസ്സിലാക്കിയ ജോൺ മിറാൻഡ മനീഷയുടെ കണ്ണുകളിലേക്ക് പകയോടെ നോക്കി. അവൾ എന്ത് നേരിടാനായി നിൽക്കുകയാണ്. ജോൺ കോൾ കട്ട് ചെയ്തു. രാജീവ് മേനോൻ്റെ കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ നിന്നു. മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി എഡ്വേർഡ് കാത്ത് നിൽപ്പുണ്ട്. CM തിരക്കില. സാറിനെ വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സെക്രട്ടറി മേനോനോട് പറഞ്ഞു. 2 മിനിറ്റിനുള്ളിൽ മേനോൻ വിൻസെൻ്റ് മിറാൻഡയുടെ ക്യാബിനിലെത്തി. എഡ്വേർഡ് പുറത്തു നിന്നു. മിസ്റ്റർ മേനോൻ, വിളിക്കാൻ അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്നെ കിട്ടുമായിരുന്നില്ല, CM പറഞ്ഞു. ക്യാബിനിൽ അവർ 2 പേര് മാത്രമായിരുന്നു. സാർ, ജോൺ അവിടെ നിന്ന് മടങ്ങിയോ? രാജുവിൻ്റെ മുഖം സംഘർഷം കൊണ്ട് മുറുക്കി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. റിലാക്സ് മിസ്റ്റർ മേനോൻ. എനിക്ക് ഭയമുണ്ട് സാർ. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എനിക്ക് രക്ഷയായത് ആ കുട്ടിയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കാസിനോയിൽ ഗെയിം കളിച്ച് ജയിച്ചതല്ലേ? ജോൺ മിറാൻഡയുടെ ഫ്രണ്ടിനെ കൊന്നയാൾ കാസിനോയിൽ കളിച്ചിട്ടുണ്ട്. അയാളെ മനീഷയ്ക്ക് അറിയാമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇവർ. അവൾക്ക് അയാളെപ്പറ്റി ഒന്നും അറിയില്ല. അവിടെ നിന്ന് തിരിച്ചു പോന്നുവെന്ന് ജോൺ പറയുന്നത് കേട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ജോൺ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉറപ്പാകുന്നത് അവൾ പറയുന്നതായിരിക്കില്ലേ? ഒരു നിമിഷം ആലോചിച്ചിട്ട് മേനോൻ ഫോണെടുത്ത് മനീഷയെ വിളിച്ചു. റിംഗ് ചെയ്ത ഉടനെ അവളുടെ സ്വരം കേട്ടു. സാർ, മനീഷ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. സാർ പോയ ഉടനെ ജോൺ മിറാൻഡ ഇവിടെ വന്നു. മനീഷയുടെ പതറിയ സ്വരം. അയാളെ ഇപ്പോഴാരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഉടനെ തിരിച്ചുപോയി. ഓ ഗോഡ്, മേനോൻ അറിയാതെ പറഞ്ഞുപോയി. മനസ്സിലൊരു കുളിര് വീണു. സാറാണോ ജോൺ മിറാൻഡയെ വിളിച്ചത്? മേനോൻ ഫോൺ കട്ട് ചെയ്ത് ചീഫ് മിനിസ്റ്ററെ നോക്കി. സമാധാനമായല്ലോ. താനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഞാനൊരു സെക്കൻഡ് താമസിപ്പിക്കുമോ മേനോനെ? അത്രയ്ക്ക് വലിയ സഹായങ്ങൾ താൻ എനിക്ക് ചെയ്തു തന്നിട്ടില്ലേ? എഡ്വേർഡ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഓക്കെ മിസ്റ്റർ മേനോൻ, മീറ്റിങ്ങിന് എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്.
വിൻസെന്റ് മിറാൻഡ എഴുന്നേറ്റ് മേനോനോട് കൈ കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ രാജീവ് മേനോന് മനീഷയെ കാണണമെന്നും സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെയും അവളെയും നിരീക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടായേക്കാം. നല്ല മനസ്സോടെയാവില്ല ജോൺ മിറാൻഡ അവളെ വിട്ടുപോയത്. വൈകിട്ട് കലാ ഓഡിറ്റോറിയത്തിൽ കഥകളിയുണ്ടായിരുന്നു. മേനോനും അശോകനും കാർ പാർക്കിങ്ങിൽ കണ്ടുമുട്ടി. സാർ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടു. ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിന് കഴിഞ്ഞത്. കണ്ടയുടനെ അശോകൻ പറഞ്ഞു, ഇനി മനീഷയെ ഇവിടെ നിർത്തേണ്ട സാർ. ഗോവ ഇനി അവൾക്ക് സേഫ് അല്ല. അതിന് അവൾ സമ്മതിക്കുമോ? മേനോന്റെ ചോദ്യത്തിന് അശോകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നേവിയുടെ ഒരു ചോപ്പർ അവരുടെ തലയ്ക്ക് മുകളിലൂടെ കടലിന് നേരെ പോയി. പിറ്റേന്ന് മധ്യാഹ്നത്തിൽ മനീഷ രാജീവ് മേനോനെ വിളിച്ചു. സാറിൻ്റെ ഒപ്പം എനിക്ക് എവിടെയെങ്കിലും കുറച്ചുനേരം സമാധാനത്തോടെ ഇരിക്കണം. ഞാനും അത് ആഗ്രഹിച്ചു മനീഷ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, മേനോൻ അഭിപ്രായപ്പെട്ടു. അരമണിക്കൂർ കഴിഞ്ഞ് രാജീവ് മേനോൻ മനീഷയെ കാറിൽ കയറ്റി. ഓറഞ്ച് ജീൻസും നീല പൂക്കളുമുള്ള ക്രീം ഷർട്ടുമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. തലയിലൊരു ബാംബു ഹാറ്റും. കാർ മണ്ടോവി പാലത്തിലൂടെ വടക്കോട്ട് പോയി. വഗേറ്റർ ബീച്ചായിരുന്നു ലക്ഷ്യം. ബീച്ചിലെ മണലിലൂടെ കാറ്റേറ്റ് അവർ നടന്നു. അറബിക്കടലിലെ തിരമാലകൾ അവരുടെ കാലുകളെ തഴുകി. സാറേ എനിക്ക് തരുന്ന പ്രൊട്ടക്ഷന് എൻ്റെ ജീവൻ്റെ വിലയുണ്ട്, എനിക്കറിയാം, മനീഷ പറഞ്ഞു. പക്ഷേ പ്രദീപും ജോണും എന്നെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് അവർക്കൊരു പ്രയോജനവുമില്ല. അവരെ ഭയന്ന് ഞാൻ ഗോവയിൽ നിന്ന് ഒളിച്ചോടുകയില്ല. രാജീവ് മേനോൻ അശോകൻ്റെ മുന്നറിയിപ്പിനെക്കുറിച്ച് ഓർത്തു. അയാൾ മനീഷയെ തന്നെ നോക്കിയിരുന്നു. സാറേ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചതാ? മനീഷ രാജീവ് മേനോൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. ദി ഗ്രാൻഡ് ലിയോണി റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് അവർ ചേർന്നിരുന്നത്. മനീഷയ്ക്ക് ഇഷ്ടപ്പെട്ട സീ ഫുഡ്സ് ഓർഡർ ചെയ്തു. അവൾ സന്തോഷത്തോടെ സൂപ്പ് കഴിക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു, ഇത്രയും രഹസ്യങ്ങളും പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കി നീ എങ്ങനെയാണ് മനീഷ ഇങ്ങനെ സന്തോഷവതിയായി ഇരിക്കുന്നത്? സാറിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നും എനിക്കില്ലല്ലോ. അവൾ പ്രോൺസ് പീസ് ഫോർക്കിൽ കുത്തിയെടുത്ത് കഴിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ മേനോൻ മനീഷയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താ സാറേ? മിണ്ടല്ലേ, ഇങ്ങോട്ട് മാറി നിൽക്ക്. മേനോൻ മന്ത്രിച്ചുകൊണ്ട് മനീഷയെ ഒരു തൂണിൻ്റെ മറവിലേക്ക് വലിച്ചു മാറ്റി. ഒരു കോട്ടേജിൽ നിന്ന് ഇറങ്ങി വരുന്ന 2 പേരിലായിരുന്നു മേനോൻ്റെ ശ്രദ്ധ. മനീഷ അവരെ കണ്ടു. അത് ജോൺ മിറാൻഡയും ഐസക് സ്റ്റീഫനുമാണല്ലോ. അതെ, അവർ തനിച്ച് ഇവിടെ വരണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. ഇരുവരും സംസാരിച്ചുകൊണ്ട് ബാറിലേക്കാണ് പോയത്. മനീഷ കാറിൽ പോയി ഇരുന്നോളൂ, ഞാൻ ഉടനെ വരാം. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. സാറിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും. നീ പേടിക്കണ്ട, പോയിക്കോ. മനീഷ കാറിൽ കയറിയിരുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകൾ അന്തിവെയിലിൽ തിളങ്ങുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ആ വെയിലിൽ കുളിച്ച് രാജീവ് മേനോൻ മനീഷയ്ക്കടുത്തേക്ക് വന്നു. അയാൾ ഒരു സിനിമ നടനെ പോലെയുണ്ടെന്ന് മനീഷയ്ക്ക് തോന്നി. മേനോൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നപ്പോൾ അവൾ തിരക്കി, അവരെ കണ്ടോ സാറേ? അവർ ചില ഗൂഢാലോചനകളിലാണ്. കാർ ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്നു. അതെന്താണെന്ന് അവൾ ചോദിച്ചില്ല. ഒരാഴ്ച ഗോവയിൽ തുടർച്ചയായ മഴയായിരുന്നു. മഴ കുറഞ്ഞ സായാഹ്നത്തിൽ രാജീവ് മേനോൻ രോഹനെ സന്ദർശിക്കാനായി ആയുർവേദ റിസോർട്ടിലേക്ക് ചെന്നു. ആകാശം മൂടിക്കിടക്കുകയാണ്. ജോൺ മിറാൻഡ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് രോഹൻ്റെ കോട്ടേജിൽ നിന്ന് ഇറങ്ങി വന്നു. മേനോനെ കണ്ട് അയാൾ ഫോൺ ഓഫ് ചെയ്തു പോക്കറ്റിലിട്ടു. ഇരുവരും നേർക്കുനേരെ അടുത്തു വന്നു. നിങ്ങളെൻ്റെ ഡാഡിയെ സ്വാധീനിച്ചു അല്ലേ? ജോൺ മിറാൻഡ രാജീവ് മേനോൻ്റെ മുന്നിലെത്തി നിന്നു. അതിനുള്ള കടപ്പാട് എന്നോട് നിൻ്റെ ഡാഡിക്കുണ്ട്. ആ കടപ്പാട് എനിക്ക് നിങ്ങളോടില്ല. അതുകൊണ്ടാണോ ഐസക് സ്റ്റീഫനുമായി ചേർന്ന് ജ്യോതിയുടെ കയ്യിൽ നിന്ന് കിങ് എയർലൈൻസ് കൈക്കലാക്കാൻ ഗൂഢാലോചന നടത്തിയത്? ജോൺ ഒന്ന് നടുങ്ങി. വഗേറ്റർ ബീച്ചിലെ രഹസ്യ മീറ്റിംഗ് ഞാൻ അറിഞ്ഞു. അത് നിങ്ങളെ കൊല്ലാനുള്ള അജണ്ടയായിരുന്നു. ആ കൊലയാളിയെ കൊണ്ട് ഞങ്ങളെ കൊല്ലാനുള്ള പ്ലോട്ട് നിങ്ങളല്ലേ തയ്യാറാക്കുന്നത്? കോട്ടേജിൽ നിന്ന് വെയിലിലേക്കിറങ്ങിയ ഡീൻ ആൻ്റണി അവരെ കണ്ടു. നിങ്ങളെ കൊല്ലാനോ? അപ്പോൾ ഹണിറോസിനെ റേപ്പ് ചെയ്തത് ജോൺ മിറാൻഡയും കൂടിയാണല്ലേ? ഒന്നാം പ്രതി നീ തന്നെയായിരിക്കുമല്ലോ. അതേടാ, ഞാൻ തന്നെയാ. ജോൺ മിറാൻഡ ജാക്കറ്റിനുള്ളിൽ നിന്ന് പിസ്റ്റളെടുത്ത് രാജീവ് മേനോന് നേരെ ചൂണ്ടി. അതയാളുടെ നെറ്റിയിൽ കുത്തി. ഡീൻ ആൻ്റണി പെട്ടെന്ന് അവിടേക്ക് വന്നു. ജോണേ, ഇവനെ അങ്ങ് പൂശിയേക്ക്. ഇവനാ നമ്മുടെ കാലൻ. എവിടെയാ നിങ്ങളാ കില്ലറെ ഒളിപ്പിച്ചിരിക്കുന്നത്? രാജീവ് മേനോൻ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. 10 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരും. അതിനുള്ളിൽ അവൻ എവിടെയാണെന്ന് പറയണം. ഡീൻ ആൻ്റണി പകയോടെ രാജീവ് മേനോനെ നോക്കി. ജോൺ മിറാൻഡ എണ്ണി. 1, 2, 3. മേനോൻ തോക്ക് മുകളിലേക്ക് തട്ടി. ഠേ! വെടിപൊട്ടി. ജോൺ മിറാൻഡ നടുങ്ങി. വെടിപൊട്ടിയത് തൻ്റെ തോക്കിൽ നിന്നല്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. എക്കിൾ എടുക്കുന്നത് പോലൊരു ശബ്ദം ഡീൻ ആൻ്റണിയിൽ നിന്നുണ്ടായി. അയാളുടെ മുതുകിൽ നിന്ന് ചോര തെറിക്കുന്നത് ജോൺ മിറാൻഡ കണ്ടു. ഡീൻ ആൻ്റണി കരണ്ടടിച്ചതുപോലെ ഒന്ന് വിറച്ചു. മൈ ഗോഡ്! പെട്ടെന്ന് അയാളെ പിടിക്കാനായി രാജീവ് മേനോൻ കൈനീട്ടി. അപ്പോഴേക്കും മേനോൻ്റെ കാൽച്ചുവട്ടിലേക്ക് വീണു കഴിഞ്ഞിരുന്നു ഡീൻ ആൻ്റണി. രാജീവ് മേനോൻ്റെ നേരെ തോക്കും ചൂണ്ടി നിന്ന ജോൺ മിറാൻഡയുടെ കൈ വിറയിലോടെ താണു. ഒരു ബുള്ളറ്റ് ബൈക്കിൻ്റെ മുഴക്കം ആ നിമിഷം അവരുടെ കർണപ്പുടങ്ങളിലൂടെ കടന്നുപോയി. വെടിശബ്ദം കേട്ട് രോഹനും ജ്യോതിയും കോട്ടേജിൽ നിന്ന് വെളിയിലേക്കിറങ്ങി. അപ്പോഴേക്കും ആളുകൾ അവിടേക്ക് ഓടി വരികയായിരുന്നു. ഡീൻ ആൻ്റണി വെടിയേറ്റ് കിടക്കുന്നത് കണ്ട് പലരും ഭീതിയോടെ പിന്നോട്ട് മാറി. ജ്യോതി ആ കാഴ്ച കണ്ട് ഭയന്ന് നിലവിളിച്ചു. ഹോസ്പിറ്റൽ അധികാരികളും പാഞ്ഞു വന്നു. ഉടൻ തന്നെ ഡീൻ ആൻ്റണിയെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി.
റോഹൻ്റെ കോട്ടേജിൽ അയാളും ജ്യോതിയും ജോൺ മിറാൻഡയും ഐസക് സ്റ്റീഫനും നടുക്കം വിടാതെ ഇരുന്നു. ആ കൊലയാളിയാണോ ഡീൻ ആൻ്റണിയെ വെടിവെച്ചത്? ഐസക് സ്റ്റീഫൻ ജോൺ മിറാൻഡയെ നോക്കി. അയാൾ മറുപടി പറയുന്നതിന് മുമ്പ് ഫോൺ റിംഗ് ചെയ്തു. ഹലോ. ജോൺ മിറാൻഡ അറ്റൻഡ് ചെയ്തു. ഉദ്യോഗത്തോടെ ഇരുന്ന അവർ അയാളുടെ മുഖം വിളർന്നത് കണ്ടു. മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പേ ഡീൻ ആൻ്റണി മരിച്ചു, പതറിയ ശബ്ദത്തിൽ ജോൺ പറഞ്ഞു. രാത്രിയിൽ ഇൻസ്പെക്ടർ അശോകൻ രാജീവ് മേനോനെ വന്നു കണ്ടു. സാർ, ബന്ധുക്കൾ ഡീൻ ആൻ്റണിയുടെ ബോഡി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. രാജീവ് മേനോൻ ഒന്നും പറഞ്ഞില്ല. പിന്നിൽ നിന്നാണ് ബുള്ളറ്റ് കയറിയത്. 15 അടിയിൽ കൂടാത്ത അകലത്തിൽ നിന്നാണ് വെടിവെച്ചിരിക്കുന്നത്, അശോകൻ പറഞ്ഞു. ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുത്തു. ബെരേറ്റ 92 ഇറ്റാലിയൻ പിസ്റ്റളാണത്. ആ കൊലയാളി തന്നെയാണല്ലേ? അതെ സാർ. ഞങ്ങൾ ഗോവ അരിച്ചുപെറുക്കി പരിശോധിച്ചു. അവൻ്റെ പൊടി പോലും കിട്ടിയില്ല. റിസോർട്ടിലെ ക്യാമറ സിസ്റ്റം ഇടിവെട്ടിപ്പോയതിനാൽ അയാൾ അവിടെ വന്നതിൻ്റെ തെളിവുകളുമില്ല. ഹണിറോസ് കേസിലെ 2 പേരെ അയാൾ ഇല്ലാതാക്കി. അല്ലേ അശോക? അശോകൻ്റെ മുഖത്തേക്ക് നോക്കി മേനോൻ. അതെ സാർ. മുഖ്യമന്ത്രി വലിയ പ്രഷറാണ് സീനിയർ ഓഫീസർമാർക്ക് കൊടുക്കുന്നത്. അവരതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് തരും. അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും സാറേ. അല്പസമയം കൂടി സംസാരിച്ചിരുന്നിട്ട് അശോകൻ തിരിച്ചുപോയി. പനാജിയിലെ മലമുകളിൽ അറബിക്കടലിന് അഭിമുഖമായാണ് മുഖ്യമന്ത്രിയുടെ വീട്. പഴയ പോർച്ചുഗീസ് ബംഗ്ലാവ് മോടി പിടിപ്പിച്ചതാണ് മിറാൻഡ ഹൗസ്. പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ ജോൺ മിറാൻഡ ഡാഡിയോട് ചോദിച്ചു. ഡാഡി, എൻ്റെ 2 കൂട്ടുകാർ കൊല്ലപ്പെട്ടിട്ട് എന്താ ആ കൊലയാളിയെ പിടികൂടാത്തത്? വിൻസെൻ്റ് മിറാൻഡ ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ വലിയ ഫാമിലിയിലെ കുട്ടികളാണ്, നിസ്സാരക്കാരല്ല, വിൻസെൻ്റ് മിറാൻഡയുടെ ഭാര്യ ലിൻഡ അഭിപ്രായപ്പെട്ടു. ഈ കേസ് തെളിയിക്കാത്തത് വിൻസെൻറ്റിന് അഭിമാനക്ഷതമാണ്. മുഖ്യമന്ത്രി തന്നെയല്ലേ ഹോം മിനിസ്റ്ററും. നാളെ സീനിയർ പോലീസ് ഓഫീസർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റിയില്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കും. വിൻസെൻ്റ് മിറാൻഡ സ്ട്രോബെറി ജ്യൂസ് കുടിച്ച ശേഷം എഴുന്നേറ്റു. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലായിരുന്നു ആ രഹസ്യ മീറ്റിംഗ്. DGP, IGP, DIGP, നോർത്ത് സൗത്ത് SP-മാർ, കമ്മീഷണർ എന്നിവരാണ് പങ്കെടുത്തത്. മീറ്റിംഗിൽ ഓഫീസർമാർ പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞത് കേട്ട് ചീഫ് മിനിസ്റ്റർ ക്ഷുഭിതനായി. നിങ്ങളുടെ വിശദീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത്ര വലിയ ഫോഴ്സിന് ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നതിനേക്കാൾ ലജ്ജാകരമായി എന്താണുള്ളത്? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയും. ഡൽഹിയിൽ നിന്നോ കേരളത്തിൽ നിന്നോ നല്ല മിടുക്കരായ IPSകാരെ ഞാൻ കൊണ്ടുവരാം. മിറാൻഡ അവരെ മാറി മാറി നോക്കി. കേരളത്തിലെ പോലീസ് ഓഫീസർമാർ നല്ല മിടുക്കന്മാരാണെന്നാണ് എൻ്റെ അറിവ് സാർ. DGP സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചീഫ് മിനിസ്റ്റർ കൈ ഉയർത്തി തടഞ്ഞു. ഇനി ഒരു എക്സ്ക്യൂസും പറയണ്ട. എനിക്ക് ആ കൊലയാളിയെ കിട്ടണം, എത്രയും പെട്ടെന്ന്. അതിനൊരു സമയപരിധിയില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഈ സ്ഥാനങ്ങളിൽ കാണില്ല. മീറ്റിംഗ് അവസാനിച്ചു. അടിയേറ്റതുപോലെയായിരുന്നു ഓഫീസർമാരുടെ മുഖഭാവം. വൈകിട്ട് കമ്മീഷണർ പ്രണബ് ഗവാക്കറെ ചീഫ് മിനിസ്റ്റർ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കൊലയാളിയെപ്പറ്റി നിങ്ങൾക്കെന്തോ കോൺഫിഡൻഷ്യൽ സീക്രട്ട് പറയാണ്ടെന്ന് അറിയിച്ചത് എന്താണ്? സാർ, ഞങ്ങൾ കൊലയാളിയെ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. ആരാവൻ? സാർ, അത് ഏത് വലിയവനാണെങ്കിലും പറഞ്ഞോടോ. നിയമപരമായി അവനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാം. അണ്ടർവേൾഡ് ഷാർപ്പ് ഷൂട്ടേഴ്സിനെ നമുക്കിറക്കാം. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. സാറേ, 2 വർഷം മുമ്പ് 5 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചേർന്ന് ഹണിറോസ് എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ റേപ്പ് ചെയ്തു, കമ്മീഷണർ പറഞ്ഞു. ചീഫ് മിനിസ്റ്റർ അമ്പരപ്പോടെ നോക്കി. ആ കുട്ടി ആത്മഹത്യ ചെയ്തു, അവളുടെ അമ്മയും. നിശബ്ദം കേട്ടിരുന്നു അദ്ദേഹം. പ്രതികൾ ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി. ആ പ്രതികളിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. ബാക്കി 3 പേര് ആരൊക്കെയാ? രോഹനും പ്രദീപ് ഗവാക്കറും ജോൺ മിറാൻഡയും. അത് കേട്ട് ചീഫ് മിനിസ്റ്റർ നടുങ്ങിത്തരിച്ചിരുന്നു. കമ്മീഷണർ ഇൻസ്പെക്ടർ അശോകൻ്റെ അന്വേഷണം മുഴുവൻ പറഞ്ഞു. അപ്പോൾ തൻ്റെയും എൻ്റെയും മക്കളും കൊല്ലപ്പെടുമോ? മുഖ്യമന്ത്രിയുടെ സ്വരത്തിൽ ഭീതിയുണ്ട്. അത് തടയാനാണ് സാർ ഞാൻ ശ്രമിക്കുന്നത്. CM വിൻസെൻ്റ് മിറാൻഡ ആലോചനയിലാണ്ടു. ആ നെറ്റിയിൽ ചുളിവുകൾ വീണു. എടോ, എനിക്കൊരു സംശയം സാർ. നിർഭനും ഡീൻ ആൻ്റണിയും കൊല്ലപ്പെടുമ്പോൾ ഒരാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അറിയാം സാർ, രാജീവ് മേനോൻ. അയാൾക്ക് കൊലയാളിയുമായി എന്തോ ബന്ധം? ഞാൻ അന്വേഷിച്ചു സാർ. അതിന് സാധ്യതയില്ല. രാജീവ് മേനോൻ്റെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്ത് പരിശോധിച്ചു. സംശയിക്കാവുന്ന ഒന്നുമില്ല സാർ. ശരി. പക്ഷേ അയാളിലൊരു കണ്ണ് വേണം. കമ്മീഷണർ ഒന്നും പറഞ്ഞില്ല. കഥ തുടരും.